ബോധമുണ്ടാകും. അപ്പൊ ആ സംശയങ്ങൾക്കെല്ലാം അതവസരത്തിൽ ഇപ്പം പഠിക്കുന്ന അടുത്ത വർഷം നിന്ന് വീണ്ടും വേണ്ടി വരും, മറന്നു പോവുകയാണ്. അപ്പോൾ ഓരോ സന്ദർഭത്തിലും ആ വിഷയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി ഒന്നിരായ ശൈഖുന അവരുകളെ കിട്ടുന്നത് നമ്മുടെ ഭാഗ്യമാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെന്താക്കും, നമ്മളെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് അറിയാത്തത് പറഞ്ഞ് അവരെയും കുടുക്കി നമ്മളും കുടുങ്ങി നമ്മൾ വാലും നുള്ളിലുമായി പോകുന്നൊരവസ്ഥ അല്ലാഹു കാത്ത സലാമത്താക്കുമാറാകട്ടെ. ഇല്ലെങ്കിൽ പിന്നെ എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ചെറുതാണ്, കുറച്ചും കൂടി നല്ലൊരു ചിന്തിക്കുകയാണ് എനിക്കറിയില്ലാന്ന്. പക്ഷെ അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ ആ നല്ലൊരു സലാഹിത്ത് നമ്മളെ തവാളും ഒക്കെയാണ്. പക്ഷെ ജനങ്ങൾ നമ്മളെ പറ്റി ഒരു ചെറിയൊരു വിലയിരുത്തൽ, അപ്പോൾ ഞങ്ങളെ ഖത്തീബ് എന്താ അറിയുന്നില്ലേ, കാരണം ഓരോ നടന്മാരല്ല എല്ലാം അറിഞ്ഞുകൊണ്ടെന്നാണ് ഓരോ ധാരണ. അപ്പൊ അതിനൊക്കെ വലിയൊരു പരിഹാരമാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതകാലത്തും ഇനിയും ഇത്തരത്തിലുള്ള ആലിമ്യങ്ങളെ കൊണ്ട് ഖിയാമത്ത് നാൾ വരെ നമ്മുടെ നാടുകളിൽ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതിന്റെ പ്രയോജനം എടുക്കാൻ നമുക്കും ബന്ധപ്പെട്ട സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ മഹത്തായ പരിപാടിയിൽ നമുക്ക് ക്ലാസ് എടുത്തതെന്ന് ഈ പരിപാടിയുടെ എല്ലാമായ ഒന്നിരാ ശൈഖുന ഉസ്താദ് അവർക്ക് അല്ലാഹു ഇനിയും അവന്റെ താഴത്തിലായി ഇത്തരത്തിലുള്ള ദീനീ സേവനത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. നമുക്ക് ഇപ്പോൾ തന്നെ ദുആ ചെയ്ത് ഈ മഹത്തായ പരിപാടിയെ ഭംഗിയാക്കി തന്ന, നമുക്ക് ആത്മീയമായ നേതൃത്വം നൽകിയ ഇബ്രാഹിം സയ്യിദ് ഉസ്താദ് അവിടത്തേക്കും അല്ലാഹു അവന്റെ ദീനീ ഖിദ്മത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഈ പള്ളിയുടെ ഖത്തീബ് ഉസ്താദ് നമുക്ക് എല്ലാത്തിനും കഴിഞ്ഞ നമ്മുടെ ഇവിടെ നടന്ന ആദരവ് പരിപാടിയിൽ ഇവിടെ വെച്ച് നടക്കുമ്പോൾ നമുക്ക് തൊക്കോട്ടിൽ എല്ലാ ആദരവ് എണീട്ടോളം നടക്കുമ്പോൾ സഹായിച്ചതെന്ന് ഇവിടുത്തെ ഖത്തീബ് ഉസ്താദ് വന്നു. എല്ലാവരുടെ സഹകരണങ്ങൾ ചെയ്ത് ഇവിടുത്തെ ഖത്തീബ് ഉസ്താദ് ഇൻഷാ അല്ലാഹ് പരിപാടിയെ ചെറിയ വാക്കുകളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്ത് തിരുമോടത്തേക്കും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അതുപോലെ ഇവിടെ എത്തിയ ഇഷാഅത്തിന്റെ പ്രവർത്തകന്മാരും അല്ലാത്ത എല്ലാ സ്ഥാപനന്മാർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഒന്നിരായ ഇവിടുത്തെ നാസിർ സയ്യിദ് ഉസ്താദുകളെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകളെ, എൻ്റെ സഹോദരന്മാരെ, നല്ലൊരു മജ്ലിസിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, ബേക്കൽ ഉസ്താദിൻ്റെ ക്ലാസ് എവിടുണ്ടു നിങ്ങൾ കാത്തോതിരിക്കുന്നു, അങ്ങനെ ആ സ്ഥലത്ത് എപ്പം പോക്കാൻ. അൽഹംദുലില്ലാഹ്, കല്ലാഫുൽ ക്ലാസ് വെക്കണമെന്ന് അവിടുത്തെ മജീദ് സയ്യിദി ലത്തീഫ് മദനി എന്നോട് ഫോൺ വിളിച്ചിട്ട് കേട്ടപ്പോൾ അൽഹംദുലില്ലാഹ് ഞങ്ങൾ ബേക്കൽ ഉസ്താദിൻ്റെ ക്ലാസ് ഞങ്ങളുടെ അടുത്ത് തന്നെ വെച്ചത്, പിന്നെ എന്ത് വേണം കുടിക്കാൻ, അതെല്ലാം ഇൻഷാ അല്ലാഹ് നമുക്ക് ആക്കിത്തരാം. ചിലത് ഇൻഷാ അല്ലാഹ് വെച്ചിട്ടുള്ള അൽഹംദുലില്ലാഹ് എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, എൻ്റെ കർത്തവ്യം ഇവിടെ സ്വാഗതം ഉദ്ഘാടനമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിൻ്റെ തിരുനാമത്താൽ ഞാൻ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
ما يذبح من النعم تقربا إلى الله تعالى يوم العيد وأيام التشريق ഇതാണ് ഉളഹിയ. പെരുന്നാൾ ദിവസവും അയ്യാമു തശ്രീഖിലും അള്ളാഹുവിൻ്റെ പൊരുത്തം കരുതി അറുക്കപ്പെടുന്ന ആടുമാട് ഒട്ടകങ്ങൾ ആണ് ഉളഹിയ. ഉളഹിയ അറുക്കുന്നതിന് ഖുർആനും സുന്നത്തും ഇജ്മാഉം അതിന് തെളിവാണ്. ഖുർആൻ ഇന്നാ അഅതൈനാക്കൽ കൗസർ ഫസ്സല്ലി ലിറബ്ബിക വൻഹർ, ഇത് ഉളഹിയാൻ്റെ ദലീലാണ്. ഇന്നാ അഅതൈനാക്ക, നബിയെ തീർച്ചയായും തങ്ങൾക്ക് നമ്മൾ നൽകിയിരിക്കുന്നു അൽ കൗസറ, ഹൗദുൽ കൗസർ നൽകിയിട്ടുണ്ട്. ഫസ്സല്ലി ലിറബ്ബിക, അതുകൊണ്ട് നിങ്ങൾ തങ്ങളുടെ റബ്ബിന് നിസ്കരിക്കുക. വൻഹർ, അറുത്തു കൊടുക്കുക. ഈ നിസ്കാരവും അറവും പെരുന്നാൾ നിസ്കാരവും ഉളഹിയ എന്ന അറവുമാണ് എന്ന് മുഫസ്സിരിങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഹൗദുൽ കൗസർ പറഞ്ഞ് പെരുന്നാൾ നിസ്കരിക്കണം, ഉളഹിയ അറുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഹൗദുൽ കൗസർ കിട്ടാൻ ഇത് കാരണമായി തീരും എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. അത് അതിൻ്റേതായ നിയമപ്രകാരം ആവണം. നിയമം തെറ്റിയാൽ അത് ഉളഹിയ ആവുകയില്ല. ഹദീസിലുണ്ട്, സ്വഹീഹായ ഹദീസാണ്, മാ അമില ഇബ്നു ആദമ യൗമൻ നഹ്രി മിൻ അമലിൻ അഹബ്ബ ഇലല്ലാഹി മിൻ ഇറാഖത്തി ദമി ഇന്നഹാ ലതഅതി യൗമൽ ഖിയാമത്തി ബിഖുറൂനിഹാ വഅദ്ലാഫിഹാ വഇന്ന ദമ ലയഖഉ മിൻ അല്ലാഹി ബിമകാനിൻ ഖബ്ല അൻ യഖാല അൽ അർദ് ഫത്രീബു ബിഹാ നഫ്സാ. മാ അമില ഇബ്നു ആദമ, ഇബ്നു ആദം മനുഷ്യൻ ചെയ്തിട്ടില്ല, യൗമൻ നഹരി പെരുന്നാൾ ദിവസം, ഇനി അമലിൻ ഒരു പ്രവൃത്തിയും, അഹബ്ബ ഇലല്ലാഹി അള്ളാഹുവിനേക്കുള്ള ഏറ്റവും ഇഷ്ടമുള്ള, മിൻ ഇറാഖത്തി ദമി ചോര ഒലിപ്പിക്കുന്നതിനേക്കാൾ, അതായത് ആട് മാട് ഒട്ടകങ്ങളെ അറുത്ത് ചോര ഒലിപ്പിക്കുക. ഇന്നഹാലത്തി യൗമൽ ഖിയാമത്തി ബിഖുറൂനിഹാ, ഈ അർത്ഥ മൃഗം ഖിയാമത്ത് നാളിൽ അതിൻ്റെ കൊമ്പുകളോട് കൂടെ വരും. വാദലാഫിഹ, അതിൻ്റെ കാലിൻ്റെ കുളമ്പുകളോട് കൂടെ വരും. വഇന്ന ദമ ലയഖഉ മിനല്ലാഹി ബിമകാനിൻ ഖബ്ല അൻ യഖഅ അലൽ അർദ്, ഈ ജീവിയുടെ രക്തം ഭൂമിയിൽ വീഴുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വലിയൊരു സ്ഥാനത്തെത്തും, അള്ളാഹ് അതിനെ കബൂൽ ചെയ്യും എന്ന്. ഫത്രീബു ബിഹാ നഫ്സ, അതുകൊണ്ട് ഉളഹിയ അറുത്തു കൊടുക്കൽ കൊണ്ട് നിങ്ങൾ സംതൃപ്തരായിക്കോ, നല്ല തൃപ്തിയോടെ മനസ്സ് നല്ല സന്തോഷത്തോടെ അറുത്തു കൊടുക്കുക. ഇത് ഉളഹിയാൻ്റെ തെളിവാണ്. ഇവിടെ പറഞ്ഞു, മാ അമില ഇബ്നു ആദമ യൗമൻ നഹരി മിൻ അമലിൻ അഹബ്ബ ഇലല്ലാഹി മിൻ ഇറാഖത്തി ദമി, ചോര ഒലിപ്പിക്കുക. ഈ ചോര ഒലിപ്പിക്കുന്നത് ഉളഹിയാൻ്റെ ബാബിൽ കിതാബിൽ നോക്കിയാൽ പല സ്ഥലങ്ങളിലും കാണും. ഒരു ഒട്ടകം ഒരാൾ അറുത്തു കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് 7 ആടുകളെ അറുത്തു കൊടുക്കൽ എന്നുണ്ട്. ആ ഒരു ഒട്ടകത്തിൻ്റെ മാംസം 7 ആടുകളുടെ മാംസത്തേക്കാൾ അധികമാവുന്നുണ്ടെങ്കിലും എന്താ അത്, ലിമാ ഫിഹാ മിൻ കസറത്തി ഇറാഖത്തി ദമി, 7 അറുക്കുമ്പോൾ
അതിൽ ഇറാഖത്തുദ്ധം അധികമുണ്ട്, ചോര അധികം ഒലിപ്പിക്കലുണ്ട്. എന്താ ചോരക്ക് പുണ്യം? ചോര നജിസല്ലേ. ഹുദ്ദിമത്ത് അലൈക്കും ഉദ്ദമു, ചോര ഹറാം, അത് ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ ചോര ഒലിപ്പിച്ചും കൊണ്ടുള്ളൊരു പുണ്യകർമ്മമെന്ത്? ഇറാഖത്തുദ്ദമു എന്നുള്ള ഈ പ്രയോഗത്തിന്റെ പിന്നിൽ ഒരു താല്പര്യമുണ്ട്. എന്താണത്? ഉദ്ഹിയ അറുക്കുന്ന കൂലി, ആ ഉദ്ഹിയ അറുക്കുന്ന പണം കൊണ്ട് വേറെ സമ്പാദിക്കാൻ സാധിക്കുമോ? ഒരാള് ഉദ്ഹിയ അറുക്കുന്നു, ഒരു പോത്തിനെ 20,000 ഉറുപ്പ്യ കൊടുക്കണം. അങ്ങനെ 4 ആൾ കൂടുമ്പോൾ 5 ആൾ കൂടുമ്പോൾ 1,00,000 ഉറുപ്പ്യായി. 5 പോത്തിനെ അറുത്തു കൊടുത്താൽ ആ പോത്തിൻ്റെ മാംസം പെരുന്നാൾ ദിവസം അതെല്ലാവരും തിന്ന് തീർന്നു. ഈ 5 ആൾ അറുക്കുന്ന പോത്തിൻ്റെ വില 1,00,000 ഉറുപ്പ്യ. അത് ഒരുമിച്ച് കൂട്ടി ആരെങ്കിലും ഒരാൾക്കൊരു പാവത്തിനെ സഹായിച്ചാൽ അത് വലിയ പുണ്യമാവുകയില്ലേ എന്ന് ചിന്തിക്കുന്ന ആള് പിന്നീട് വരും എന്നറിയാം. അള്ളാഹിൻ്റെതാണ് ദീൻ. അതുകൊണ്ട് പറഞ്ഞു അതല്ല. ഉദ്ഹിയ എന്നത് മറ്റുള്ള എല്ലാ സദഖകളെക്കാളും അഫ്ളലാണ്. ഉദ്ഹിയ എന്നുള്ളത് അതിൻ്റെ സ്ഥാനത്ത് വേറെന്തെങ്കിലും ചെയ്താൽ പറ്റുകയില്ല. ഇറാഖത്തുദ്ദം, ചോര ഒലിപ്പിക്കലുള്ള അറവ് തന്നെയാവണം. ചോരക്കല്ല പ്രാധാന്യം. അറുക്കുമ്പോൾ ചോര വരുമല്ലോ, അപ്പൊ അറവ് തന്നെയാവണം. അറവിന്റെ സ്ഥാനത്ത് മറ്റൊന്ന് നിൽക്കുകയില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് മിൻ ഇറാഖത്തിദ്ദമി എന്ന് പറഞ്ഞത്. ലിമാ ഫിഹാ മിൻ കസറത്തി ഇറാഖത്തിദ്ദമി. ഏഴാടറുക്കുമ്പോൾ ഒരു ഒട്ടകത്തിന് അർത്ഥതുപോലെയല്ല. എന്താ അതിൽ ചോര ഒലിപ്പിക്കൽ അധികമുണ്ട് എന്ന് പറഞ്ഞാൽ അധികം ജീവികളെ ബലിയർപ്പിക്കലുണ്ട്. ചോരന്റെ പ്രാധാന്യമല്ല പറഞ്ഞത്. അപ്പൊ ഉദ്ഹിയ മറ്റുള്ള എല്ലാ സദഖകളെക്കാളും അഫ്ളലാണ്. അങ്ങനെയുള്ള ഒരു സദഖ ഈ ഉദ്ഹിയ സുന്നത്താണ്. ഈ ഉദ്ഹിയ ഷാഫി മദ്ഹബിൽ സുന്നത്താണ്, ഹനഫി മദ്ഹബിൽ ഉജൂബാണ്. നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ ഹനഫികളുണ്ടല്ലോ. ഹനഫി മദ്ഹബിൽ ഉജൂബാവണമെങ്കിൽ ഒരു ഷർത്തുണ്ട്. സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാവുന്ന നിസാബ് തുക അവരെ കയ്യിൽ ഉണ്ടാവണം. 200 ദിർഹം അല്ലെങ്കിൽ 20 മിഫ്കാർ, 200 ദിർഹമിന്റെ വില എത്ര? അത്ര പൈസ ഉള്ള ആൾക്ക് മാത്രമേ ഹനഫി മദ്ഹബിൽ ഉദ്ഹിയ ഉജൂബാവുകയുള്ളൂ. മുഖീമിന്, മുസാഫിറിന് അല്ല. ഹളറിൽ, പട്ടണങ്ങളിൽ ഉള്ള ആളുകൾക്ക്, ബാധ്യത്തിലോ എവിടെയും താമസിക്കുന്ന ആൾക്കല്ല. ഈ ഷർത്തുകളോടുകൂടി ഹനഫി മദ്ഹബിൽ ഉദ്ഹിയ ഉജൂബാണ്. ഷാഫി മദ്ഹബിൽ ഉദ്ഹിയ സുന്നത്താണ്. നേർച്ചയാക്കിയാൽ മാത്രമേ ഉജൂബാവുകയുള്ളൂ, അല്ലെങ്കിൽ സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉദ്ഹിയ അറുത്തു കൊടുക്കൽ ഉജൂബായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇഷ്കാല് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ഹിയ അറുത്തു കൊടുക്കൽ ഉജൂബാണ്. ഉജൂബായ ഉദ്ഹിയയിൽ നിന്ന് അറുത്തു കൊടുക്കുന്ന ആൾ തിന്നാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറുത്തു കൊടുക്കുന്ന ഉദ്ഹിയയിൽ തിന്നിട്ടുണ്ടല്ലോ. അതിന്റെ മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നെ ഉദ്ഹിയ ഉജൂബ് എത്ര? ഏറ്റവും ചുരുങ്ങിയത് 1 ഒരാട്, ഇങ്ങനെ അത് ഉജൂബ്. അതിനേക്കാൾ അധികമുള്ളത് സുന്നത്താണ്. ആ സുന്നത്തിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിന്നത്, ഭക്ഷിച്ചത്. അങ്ങനെ സുന്നത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിന്നത് കൊണ്ട് സുന്നത്തായ ഉദ്ഹിയയിൽ നിന്ന് നമ്മൾക്കും തിന്നൽ സുന്നത്താണ്. ഉദ്ഹിയ ഉജൂബല്ല, സുന്നത്താണ്. ഉമ്മത്തിനിക്ക് ഷാഫി മദ്ഹബിൽ സുന്നത്താണ്.
ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു, അതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇവർ ഉളുഹിയ അർത്ഥം കൊടുക്കലുണ്ടായിട്ടില്ല. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോൾ അർക്കും. ഇനി ഞങ്ങളും ഇങ്ങനെ അർത്ഥം കൊടുത്താൽ ജനങ്ങൾ വിചാരിച്ചു വരുത് ഉജൂബ്, ഉളുഹിയ ഉജൂബാണ് എന്ന് ജനങ്ങൾ ധരിച്ചു പോകരുത്. അതുകൊണ്ട് അർത്ഥം കൊടുക്കാത്തത്. നമ്മളങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഉളുഹിയ ഉജൂബല്ലാന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ അർത്ഥം കൊടുക്കാതിരിക്കാം? അതില്ല. എന്തുകൊണ്ട്? സഹാബാക്കളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് ഖുലഫാഉൽ അർബഅയെ സംബന്ധിച്ച് പറഞ്ഞു, അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ. ഖുലഫാഉർ റാഷിദീന്റെ സുന്നത്ത് നിങ്ങൾ തുടരണമെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ തുടരാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ആളുകളാണ് അവർ. അങ്ങനെ ചെയ്യും. അങ്ങനെ ഉളുഹിയ അർത്ഥം കൊടുക്കൽ സുന്നത്താണ്, സുന്നത്ത് കിഫായാണ്. സുന്നത്ത് കിഫ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുകൾ അവര് ആരെങ്കിലും ഒരാൾ അർത്ഥം കൊടുത്താൽ സുന്നത്ത് കിഫ വേണ്ടി ഓരോരുത്തർക്കും അർത്ഥം കൊടുക്കൽ സുന്നത്തുണ്ട്. കിഫ വേണ്ടി ഒരാൾ മാത്രം ചെയ്താൽ ആ ചെയ്തവനിക്ക് മാത്രമാണ് ഉളുഹിയാന്റെ കൂലി, മറ്റുള്ളവർക്ക് കിട്ടുകയില്ല. ഒരാൾ ചെയ്യലോടുകൂടെ ബാക്കിയുള്ളവരും ഓരോരുത്തരും ചെയ്യൽ സുന്നത്തുണ്ട് എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഒരു വീട്ടിലുള്ള ആള് എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ നാഥൻ, ആ വീട്ടിലുള്ള ചെറിയ മക്കള്, ഈ നാഥൻ ചെലവെടുക്കൽ നിർബന്ധമായ അളവിൻ്റെ അത് മാത്രമല്ല. എന്ത് ചെറിയ കുട്ടികളൊക്കെ ഉദ്ദേശമാണെങ്കിൽ പിന്നെ ചെറിയ കുട്ടികൾക്ക് അവർക്ക് പ്രത്യേകം സുന്നത്തുണ്ടെന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ ഒരു വീട്ടിൽ താമസിക്കുന്ന ആള് അത് ചെലവ് പരസ്പരം നിർബന്ധമുള്ളവരോ അല്ലാത്തവരോ നോക്കേണ്ടതില്ല. അങ്ങനെ അതിനെപ്പറ്റി കുറെ വിശദീകരണം പല നിലക്കും അത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഉളുഹിയ ഉജൂബാക്കുന്നത് നേർച്ചയാക്കൽ കൊണ്ട് മാത്രമാണ്. നേർച്ചയാക്കിയില്ലെങ്കിൽ ഉജൂബാവുകയില്ല. ആ നേർച്ചയിൽ പലതരത്തിലുള്ള നേർച്ചയുണ്ട്. ഒന്ന്, ഞാനിത് നേർച്ചയാക്കി. അറബിയിൽ കുറേ ലഫ്ലുകളുണ്ട്. ലില്ലാഹി അലയ്യ അയ്യുളഹിയ അന്നുളഹിയ ഒക്കെ ഉണ്ടല്ലോ. അത് നേർച്ചൻ്റെ അറബിയിലുള്ള വാചകങ്ങൾ. മലയാളത്തിൽ ഞാൻ ഉളഹിയാനെ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ ഉജൂബായി. ഒന്ന്. പിന്നെ ആ നേർച്ചന്റെ സ്ഥാനത്ത് നിൽക്കുന്ന മറ്റൊന്നാണ് ഉളുഹിയ അറുക്കാൻ വേണ്ടി ഒരു ജീവിയെ ഒരാൾ വാങ്ങിയിട്ട് ഇത് ഉളുഹിയക്ക് വേണ്ടി വാങ്ങിയതാണ് എന്ന് പറയുക. ഹാദിഹി ഉളുഹിയത്തി എന്ന് പറയും, ഇതെന്റെ ഉളുഹിയയാണ്. അതാരെങ്കിലും ചോദിച്ചതിന് മറുപടി ആയിട്ട് പറഞ്ഞു. എന്നാലും എന്തിനാ പോത്തിനെ വാങ്ങിയത് അല്ലെങ്കിൽ ആട്ട വാങ്ങിയത്? ഉളുഹിയ അറുക്കാൻ വേണ്ടി. ഇത് ഞാൻ ഉളുഹിയ അറുക്കാൻ വേണ്ടി വാങ്ങിയത് എന്ന് ചോദിച്ചതിന്റെ ഉത്തരം പറഞ്ഞാലും അത് ഉജൂബായി. അത് ഉജൂബായി. അവിടെ ഞാൻ പറഞ്ഞ എന്റെ ഉളുഹിയ സുന്നത്തായ ഉളുഹിയ എന്ന് ഞാൻ മനസ്സിൽ കരുതിയിട്ട് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നടക്കൂല. അത് എന്താ? ഇത് എന്റെ ഉളുഹിയ എന്ന് പറഞ്ഞത് അത് ഉളുഹിയിൽ സരീഹത്തായ സീറയാണ്, കിനായത്ത് അല്ല. സരീഹത്തായ ഒരു സീറനെ കിനായത്തിലേക്ക് നിയ്യത്ത് കൊണ്ട് മാറ്റാൻ പറ്റുകയില്ല. ഉദാഹരണത്തിന് തലാഖിന്റെ വാചകങ്ങൾ സരീഹത്തുണ്ട്, കിനായത്തുണ്ട്. തല്ലഖത്തു, സറഹത്തു ഇതൊക്കെ കിനായത്താണ്. തല്ലഖത്തു എന്ന് ഒരാൾ സരീഹായ സീറ പറഞ്ഞു. സരീഹായ സീറ പറയുമ്പോഴേക്ക് അവന്റെ ഉദ്ദേശം ഞാൻ തലാഖ് ചെല്ലുകയല്ല, അവളെന്ന് പേടിപ്പിക്കുകയാണ്. മനസ്സിലങ്ങനെ കരുതിയിട്ട് പറഞ്ഞു. നടക്കൂല, ഈ വാദം നടക്കൂല. എന്താ? സരീഹത്തായ സീറ, സരീഹത്തിന് പിന്നെ കിനായത്തിലേക്ക് തിരിക്കാൻ സാധ്യമല്ല നിയ്യത്ത് കൊണ്ടിട്ട്. കിനായത്തിന്റെ സീറയാണെങ്കിൽ നിയ്യത്ത് ഉണ്ടെങ്കിൽ അത് ആ ഉദ്ദേശിച്ച കാര്യം ആവലും ആവാതിരിക്കുന്നത് നിയ്യത്ത് കൊണ്ടാണ്. സരീഹത്തായ സീറനെ നിയ്യത്ത് കൊണ്ട് മറ്റൊന്നിലേക്ക് തെറ്റിക്കാൻ പറ്റുകയില്ല. അപ്പൊ ഇത് ഉലഹിയ, ഇത് ഉലഹിയ അർത്ഥം കൊടുക്കാനുള്ളത്
എന്നൊക്കെ മൃഗം വാങ്ങിയതിന് ശേഷം പറഞ്ഞാൽ അത് ഉജൂബായി. ഉജൂബായ ഉളഹിയും സുന്നത്തായ ഉളഹിയും പല വിഷയത്തിലും വ്യത്യാസമുണ്ട്, ഓരോന്നായി പറയാം. ഇത് എൻ്റെ ഉളഹിയ എപ്പോൾ മൃഗം വാങ്ങിയതിന് ശേഷം അവൻ പറഞ്ഞാലാണ് അത് ഉജൂബാവുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഉളഹിയ വാങ്ങിയ ആള്, മൃഗം വാങ്ങിയ ആള് ഇവനതിനെ കൊണ്ടുവരുമ്പോഴേക്ക് ഇതെന്തിനി എന്ന്, ഇത് ഉളഹിയ അർക്കാൻ എന്ന് പറഞ്ഞാൽ അത് ഉജൂബായി. അവിടെ കൊണ്ടുപോയി പറഞ്ഞെടുത്ത് കെട്ടിയിട്ട് അപ്പം ആരെങ്കിലും ചോദിച്ച് ഇത് ഉളഹിയ എന്ന് പറഞ്ഞാൽ അത് ഉജൂബായി, പിന്നെ സുന്നത്തായ ഉളഹിയ അല്ല. അങ്ങനെ മൃഗം കൊണ്ടുവന്ന് കെട്ടിയിട്ടപ്പോൾ ആരോ ഇത് എന്തിനു എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ മക്കളോ അല്ലെങ്കിൽ ഭാര്യയോ വരക്കാർ വേറെ ആരെങ്കിലും ഉളഹിയ എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമില്ല. ഈ കൊടുക്കുന്ന അവൻ പറഞ്ഞുകൂടാ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഉളഹിയാക്ക് ഒരു പോത്തിനെ മൂരിയെ കൊണ്ടുവരുമ്പോഴേക്ക് ഒരാൾ ചോദിച്ചാൽ ഇതെന്തിനി, പെരുന്നാൾ അടുത്തല്ലേ, ഇതെന്തിനൊന്ന് ഉളഹിയാക്കാം? ആ ഉളഹിയാക്കുന്ന തന്നെ ഉജൂബായി. അപ്പൊ അത് മിണ്ടാൻ പറ്റില്ല, പിന്നെ എന്താക്കാം? ചോദിച്ചാളോട് ഇങ്ങനെ ചിരിച്ചിട്ട് കൊണ്ടായിരുന്നാൽ മതി. അങ്ങനെയാ അവനോട് പറയാ, എന്തിന്? അത് പെരുന്നാക്കറക്കാന്ന് പറഞ്ഞാൽ മതി, അത് ദോഷമില്ല. പെരുന്നാക്കറക്കാൻ എന്ന് പറഞ്ഞാൽ ഉജൂബാവുന്നില്ല. ഇത് ഇങ്ങനെ ഇവിടെ കുറെ പറഞ്ഞിട്ടുണ്ട്. എന്ത് പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് കുറെ ആൾ ഉളഹിയ അർത്ഥ കൊടുക്കുന്നു. ആ ഉളഹിയ ഉജൂബായ ഉളഹിയാണ്. ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇത് മുഷ്കിലാണ് എന്ന് പറഞ്ഞാൽ മുഷ്കിൽ ബഹുത് മുഷ്കിൽ ഹേ എന്നത് മുഷ്കിൽ ഹേ പ്രശ്നമാണത്. അത് പ്രശ്നമാണ്. ഇഷ്കാലുണ്ട് തീർന്നിട്ടില്ല എന്നല്ല, ഇഷ്കാലുണ്ട് തീർന്നിട്ടില്ല എന്നല്ല, ഇഷ്കാല് തീർന്നത് മുഷ്കിൽ എന്നാൽ അവിടെ വിഷമമാണ് ഉണ്ട്. ആ അർത്ഥത്തിലാണ് പറഞ്ഞത്. അതാ മുഷ്കിൽ. ഇത് പിന്നെ അവിടെ ഹാഷിയിലൊക്കെ അത് സുന്നത്ത് ഉദ്ദേശിച്ചാൽ പറ്റുമോ കുറെ ചർച്ചയെല്ലാം ചെയ്ത് അതൊന്നും കബൂലല്ല. ഇത് ഉളഹിയ എന്ന് പറഞ്ഞാൽ അത് സരീഹത്തായ സീറയാണ്. അത് ഉജൂബായത് തന്നെ. ഉജൂബായ ഉളഹിയാന്റെ എല്ലാ ഹുക്കുമും അതിനുണ്ട്. ഇത് ജനങ്ങളെ പറഞ്ഞറിയിക്കൽ ഉജൂബാണ്, നിർബന്ധമാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഉജൂബായ ഉളഹിയ എന്നിട്ട് അവർ സ്വന്തമായി തിന്നുന്നു. ഇത് പറിച്ചപ്പോൾ പെരുന്നാളായതിനു ശേഷമല്ല, ഇപ്പോഴാണ് മൃഗമൊക്കെ വാങ്ങുന്ന സമയം. അടുത്ത വെള്ളിയാഴ്ചൻ്റെ ഉറുതി ഇതൊക്കെ പറയാം. അത് പറയുമ്പോഴേക്ക് വലിയ ഒരു ഗൗരവമായിട്ട് അവർക്ക് തോന്നരുത്. കുറച്ച് ലൈറ്റാക്കിയിട്ട് പറഞ്ഞാൽ മതി. ഇങ്ങനെ പറയണം, ഇങ്ങനെ പറയണം, ഇങ്ങനെ പറയണം. അങ്ങനെ പറഞ്ഞാൽ ഉജൂബായി പോകും. തിന്നരുത് എന്നെല്ലാം തുടക്കത്തിൽ എന്നെ പറയുമ്പോൾ ഇതുവരെ അങ്ങനെ ആക്കി, ഇങ്ങനെ ആക്കി. ഗുൽമാലിന് വയ്യ. ആ ഗുൽമാൽ വരാത്ത നിലയ്ക്ക് നല്ല തന്ത്രപരമായിട്ട് പറയണം. പിന്നെ ഉളഹിയ അറുത്തു കൊടുക്കലിനെ ഉദ്ദേശിച്ച ആള് ദുൽഹിജ്ജ മാസം പറന്നാൽ ഉളഹിയ അറുത്തു കൊടുക്കുന്നത് വരെ മുടി നഖം ഒന്നും കളയാതിരിക്കൽ സുന്നത്താണ്. കളയൽ കറാഹത്തുമാണ്. കളയാതിരിക്കൽ സുന്നത്തി, കളയൽ കറാഹത്ത്. അർത്ഥം കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ മാത്രം സുന്നത്ത് കിഫായല്ലേ, പുരക്കാർക്ക് എല്ലാവർക്കും അത് ആയല്ലോ. എന്നാ ഒരാൾ അർത്ഥം കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ പുരയുള്ള ആരും മുടി കളയരുത്, നഖം കളയരുത് എന്നുണ്ടോ? അതില്ല. അർത്ഥം കൊടുക്കാൻ ഉദ്ദേശിച്ച മുരീദ് മാത്രം, അത് ഉദ്ദേശിച്ച ആള് മാത്രം. ഹദീസിലുള്ളതും അങ്ങനെയാണ്. ഒരാള് അത് ഉദ്ദേശിച്ചാൽ ചെയ്യരുത്. അല്ലാ യുസീല ശഅറഹു വലൗ ബിനഹവി ആനതിഹി വയിബ്തിഹി വലാ ളുഫറഹു വലാ ഗൈറഹുമാ മിൻ സായിരി അജ്സാഇൽ ബദനി ഹത്ത ദമി. ശരീരത്തിന്റെ ഏത് ജുസും ഒരു
തൊലി ഇങ്ങനെ ഇളകി നിൽക്കുന്നു, ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ഇളകി നിൽക്കുന്നു, അത് മുറിച്ചെടുക്കുക. അതവിടെ വെച്ചാലും ഒരു ബുദ്ധിമുട്ടില്ല, നീക്കിയാലും ബുദ്ധിമുട്ടില്ല. അങ്ങനത്തത് എടുക്കാതെ നിർത്തിയാൽ ബുദ്ധിമുട്ടുണ്ട്, എന്നാ എടുത്തോളാം, അല്ലാതെ എടുക്കാൻ പാടില്ല. ഇവിടെ ഞാൻ നേരത്തെ വായിച്ചു പോയല്ലോ, ഏത് ഹത്ത ദമി എന്ന് പറഞ്ഞു. ദമിനൊരു ജുസായിട്ട് എണ്ണുന്നില്ല, അതൊരു ബഹസാണത്. ദുൽഹിജ്ജ മാസം 1 മുതൽ 10 വരെ അറുത്തുകൊടുക്കാൻ ഉദ്ദേശിച്ച ആള്, എല്ലാവരും അല്ല. തെക്ബീർ തുടങ്ങിയാൽ പിന്നെ മുടി കളയാൻ പാടില്ല. പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു പറച്ചിലുണ്ട്, തെക്ബീർ തുടങ്ങിയാൽ പിന്നെ മുടി കളയാൻ പാടില്ല, നഖം കളയാൻ പാടില്ല. അങ്ങനെ ഒരു കണക്കില്ല. തെക്ബീർ തുടങ്ങിയാലും ഇല്ല. ഉലഹി അറുത്തു കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ മാസം 1 മുതൽക്ക് അറുത്തു കൊടുക്കുന്നത് വരെ അറുത്തു കൊടുക്കുന്നു. എപ്പോൾ? പെരുന്നാൾ ദിവസം അറുത്തു കൊടുത്താൽ തീർന്നു. പിന്നെ മുടി നീക്കൽ, നഖം നീക്കൽ, ഏതെങ്കിലും ജുസിന് നീക്കൽ, കറാഹത്തി എന്ന ഹുക്കുമ് പിന്നെ പോയി. നീക്കാതിരിക്കൽ സുന്നത്തി എന്നുള്ള ആ ഹുക്കുമ് തീർന്നു. ആണ് ഒരാൾ കുറേ അറുക്കാൻ ഉദ്ദേശിച്ചു, ഒന്നല്ല, ഒന്നിലധികം 2 അല്ലെങ്കിൽ 3, 4 ഇങ്ങനെ അറുക്കാൻ ഉദ്ദേശിച്ചു. എന്നാൽ ആദ്യത്തെ അറുക്കലോട് കൂടെ ഈ കറാഹത്ത് തീർന്നു. ആദ്യത്തെ അർത്ഥ പിന്നെ മുടിക്കളയാം, നഖം മുറിക്കാം, ഒന്നോട് കൂടെ തീർന്നു. ولو تعددت أضحيته انتفت الكراهة بالأول. അവൽ കൊണ്ട് കറാഹത്ത് തീർന്നു. അപ്പം അത് സുന്നത്താണ്. കളയാതിരിക്കൽ, കളയൽ കറാഹത്തുമാണ്. എല്ലാ സുന്നത്തുള്ള സ്ഥലത്തും അതിൻ്റെ എതിര് ചെയ്യൽ കറാഹത്താവുന്നില്ല. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കറാഹത്തുണ്ട്. ഹംബലി മുദ്ഹബിൽ ഹറാമും കൂടിയാണ് മുടിയും നഖവും കളയൽ. ഉളഹി അറുക്കാൻ ഉദ്ദേശിച്ചാൽ കളയൽ ഹറാം. സ്വന്തം നഫ്സ് കൊണ്ട് അറുക്കൽ സുന്നത്ത്. ഓരോരുത്തരും അവനവൻ തന്നെ അറുക്കൽ സുന്നത്ത്. എപ്പ? പുരുഷൻ, പെണ്ണ് മറ്റുള്ളവരെ വക്കാലത്താക്കാൻ. സ്വന്തം അറുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എന്താ അവന് കഴിയുന്നില്ല, അല്ല കഴിഞ്ഞിട്ട് തന്നെ. എന്നാൽ അല്ലെങ്കിൽ പെണ്ണ് സ്വന്തം അറുക്കാനല്ല, മറ്റവരെ ഏൽപ്പിക്കലാണെന്ന്. അങ്ങനെയുള്ള ആൾ അറുക്കുന്ന സ്ഥലത്ത് ഹാജരാവലാണ് സുന്നത്ത്. ഹാജരാവല് സുന്നത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് കൽപ്പിച്ചു, അറുക്കുന്ന സ്ഥലത്തേക്ക് വരൂ. മാത്രമല്ല പറയണം, ഇന്ന സലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ വ അന മിനൽ മുസ്ലിമീൻ വരെ പറയൽ സുന്നത്താണ്. അറുക്കുന്ന ആൾ മാത്രമല്ല, ഈ അറബിൽ കൂടിയാണ് അവിടെ ഹാജരായ ആള് എല്ലാവരും പറയൽ സുന്നത്താണ്. ഇന്ന സ്വലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി ഏതുവരെ? വ അന മിനൽ മുസ്ലിമീൻ എന്നതുവരെ പറയൽ സുന്നത്ത്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉലഹിയാന്റെ രക്തം ഇങ്ങനെ ഒലിക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ തുള്ളിയോടുകൂടെ എല്ലാ കുറ്റവും പൊറുക്കപ്പെട്ടു. അപ്പൊ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അല്ലാ നബിയെ, ഇത് തങ്ങൾക്കും തങ്ങളുടെ കുടുംബത്തിനും പ്രത്യേകമാണോ? ഫാഹുലുദാരിക്കും, നിങ്ങളതിന് തരപ്പെട്ടവരാണ്, നിങ്ങൾക്ക് മാത്രമാണോ ഈ ദോഷം പൊറുക്കാനുള്ളത്? അല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബല്ലിന്നാസി ആമ്മ, എല്ലാവർക്കും. ഉലഹിയാന്റെ ആദ്യത്തെ രക്തം ഭൂമിയിൽ വീഴലോട് കൂടെ ദോഷം പൊറുക്കപ്പെട്ടു. സഹായിർ, കബായിറല്ല, ചെറുദോഷങ്ങൾ അമല് കൊണ്ട് പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞത് എവിടെ റമളാന്റെ നോമ്പോ മറ്റോ എല്ലാം സഹായിറാണ്. ഹജ്ജിന്റെ അവിടെ കബായിറും കൂടി ആണ് എന്ന് പറഞ്ഞു. അവിടെ ഹാജറാവൽ സുന്നത്ത്. ഉലഹിയ അറുക്കുന്നത് ഓരോരുത്തരും അവനവന്റെ വീട്ടിൻ്റെ അടുത്ത്, കുടുംബത്തിന്റെ അടുത്ത് അറുക്കൽ സുന്നത്ത് എന്നാണ്.
കുറേ ആൾ കൂടിയിട്ട് അറുക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ എല്ലാവരും ഒത്തിട്ട് അങ്ങനെ ചെയ്യാം. ഒരു മൂരിനെ 7 പേരുടെ അടുത്ത് ഓടിയിട്ട് അറുക്കാൻ കഴിയില്ലല്ലോ. ഒരു കീടർത്ത് പിന്നെ ഒരു കാടി അറുത്ത് അവനവൻ്റെ വീട്ടിൻ്റെ അടുത്ത് അറുക്കലാണ് സൗകര്യം ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇതിലെല്ലാം എന്തെല്ലാം മാറ്റങ്ങൾ. ഒന്ന്, ഉലഹിയ അറുക്കാൻ ചെലവാക്കുന്ന പൈസനെ ഒരുമിച്ച് കൂട്ടിയിട്ട് പാവങ്ങൾക്ക് സഹായിക്കാം എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. ഉലഹിയാന്റെ ആ സ്ഥാനത്ത് വേറെ ഏത് സദക്കയും ആവുകയില്ല എന്നാണ്. പിന്നെ അങ്ങനത്തെ ഒരു നിർബന്ധഘട്ടം വന്നാൽ ആ പൈസ അങ്ങോട്ട് തിരിക്കേണ്ടി വരുന്നത് തിരിക്കാം. അപ്പൊ നല്ല കാര്യമാവും. അത്രയും നിർബന്ധിതാവസ്ഥയിലായാൽ അല്ലെങ്കിൽ ഉലഹിയ തന്നെയാണ്. അപ്പൊ അതങ്ങനെ. പിന്നൊന്ന്, ഉലഹിയ അറുക്കുന്നത് നാട്ടിലുള്ള എല്ലാവരും ഒരേ സ്ഥലത്ത് കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടെ എന്താക്കുക, എല്ലാവരും ഒന്നിച്ചറക്കാം. അറുത്തിട്ട് ഇറച്ചി എല്ലാവരും ഒന്നിച്ചാക്കിയിട്ട് വിതരണം ചെയ്യാം. എന്തിനാണ് ഇങ്ങനെ ശ്രമിക്കുക? സുന്നത്ത് ഓരോരുത്തരും അവനവന്റെ കുടുംബത്തിന്റെ അടുത്ത് അറുക്കൽ സുന്നത്ത് എന്നാണ് പറയുന്നത്. അത് കണ്ടിട്ട് അവർക്ക് സന്തോഷമുണ്ടാവണം. അവനവന്റെ പറഞ്ഞെടുത്ത് സൗകര്യമാണെങ്കിൽ, സൗകര്യം ഇല്ലെങ്കിൽ എവിടെ കൊണ്ടിട്ട് അറക്കാം. ചിലപ്പോൾ ഗുൽമാലാവും. ഇവിടെ അറുത്താൽ ഗുൽമാലാവാത്ത സ്ഥലത്ത് കൊണ്ടിട്ട് അറക്കാം. അറുത്തിട്ട് ഇറച്ചി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വിതരണം ചെയ്താൽ മതി. സൗകര്യമാണെങ്കിൽ അവനവന്റെ പുരൻ്റെ അടുത്ത് തന്നെ അറക്കണം എന്നാണ്. ഈ ഉലഹിയ അറുക്കുന്നത് വലാ തസിഹു ഇല്ലാ മിൻ ഇബ്ലിൻ വ ബഖരിൻ വ ഗനമിൻ. ഒട്ടകം, ബക്കറി, ആട്. ബക്കറി എന്ന് പറഞ്ഞാൽ ആട്, മാട്, ഒട്ടകാണ്. ആട്, മാട്, ഒട്ടക. ഒട്ടക അറിയോ? ആടും അറിയോ? മാട് എന്ന് പറഞ്ഞാൽ അത് പറയുന്നു. മാട് മാട് എന്നിട്ട് തമിഴ് ഭാഷയാണത്. അപ്പൊ ആടിന്റെ കൂടെ മാട് പറയാൻ എളുപ്പമാണ്. ആട്, മാട് അങ്ങനെ. ഒട്ടകം, മാടി എന്ന് പറഞ്ഞാൽ ഏതാ? പോത്ത്, എരുമ, മൂരി, പശു. കന്നുകാലികള്, കന്നുകാലി എന്ന് നമ്മളെ നാട്ടിൽ പറയുന്നത് അതാണ് കന്നുകാലി. അപ്പൊ ഒട്ടകം അറുക്കാം, കന്നുകാലികളെ അറുക്കാം, ആടുകളെ അറുക്കാം. ഇത് അല്ലാത്ത ഒന്നും പറ്റൂല. കൊമ്പനെ പിടിച്ചിട്ട് ഒന്നും അറുത്താൻ പറ്റൂല. കാട്ടുപോത്ത്, കാട്ടി, അത് ഉലഹിയാക്ക് പറ്റുകയില്ല. ഇത് നാട്ടിന്റെ പോത്ത് പോലെ തന്നെ ഉണ്ടല്ലോ, പറ്റൂല. കാട്ടുപശു, കാട്ടാട്, ഇതൊന്നും പറ്റൂല. മാനുണ്ട്, കാട്ടാടുകൾ, അത് പറ്റൂല. ആട്, മാട്, ഒട്ടകങ്ങൾ മാത്രമാണ്. ഇത് ഇജ്മാ ആണ്. ആട്, മാട്, ഒട്ടകങ്ങൾ അല്ലാത്തത് ഉലഹിയാർത്തു കൊടുക്കാൻ പറ്റുകയില്ല. അതിൻ്റെ ഇടയ്ക്ക് കോയിനെ ഉലഹിയാർത്തു കൊടുക്കാനിട്ടാണ്. പൂച്ചനെ കൊടുത്തൂടെ? കോയിനെ ഉലഹിയാർത്തു കൊടുക്കാനിട്ട് അങ്ങനെ ഉണ്ടാവും. ഉണ്ട്, ഏടുണ്ട്. അത് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിനി ബിഗിയലുണ്ട്, ബാറാടുണ്ട്, ഇടുണ്ട്. അത് ഇതുവരെ ആലിമികൾ പറഞ്ഞില്ല. അതിനെന്താക്കി മറച്ചു വെച്ച് ഇപ്പൊ ഞാൻ പറയുന്നു. ഇതുവരെ ഉലമാക്കൾ ആരും പറഞ്ഞില്ല, എല്ലാരും മറച്ചു വെച്ച് ഞാനിപ്പോ ഇത് പറയുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ മനുഷ്യൻ ഇജ്മാഇന് എതിര് പറയുന്ന ആളാണ്. മനസ്സിലപ്പെട്ടില്ലേ? ഇവന്റെ വാക്ക് സ്വീകരിക്കാൻ പറ്റൂല. ആലിമുകൾ എല്ലാവരും മുടിവെച്ച് ആരും പറഞ്ഞില്ല, ഞാൻ മാത്രം പറയുന്നു. ഹർക്കുൽ ഇജ്മാഇ ചെയ്ത മനുഷ്യനാണ്, ഇവനെ സ്വീകരിക്കാൻ പറ്റൂല. ഇമാമത്ത് നിർത്താനേ പറ്റൂല. എന്താ ഹർക്കുൽ ഇജ്മാ ഹറാം അല്ലേ? ഇതാണ്. അതുകൊണ്ട് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചിലർക്ക് കിതാബിൽ കാണും. കണ്ടാൽ അതിന്റെ വിധി എന്ത്? അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മദ്ഹബ്
എവിടെയാണത് ക്രോഡീകരിച്ച് വെക്കപ്പെട്ടത്? കിതാബുണ്ടോ? അങ്ങനെ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ മദ്ഹബിന്റെ കിതാബ്, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആലയുടെ മദ്ഹബിന്റെ ശർത്തുകള്, ഖൈദുകൾ അതൊക്കെ അറിയോ? ഒന്നും അറിയില്ല. 4 മദ്ഹബിന്റെ ശർത്തുകളും ഖൈദുകളും അത് ലോകത്തെല്ലാവർക്കും അറിയും. മാത്രമല്ല ഈ 4 മദ്ഹബിന്റെ കിതാബുകളും ലോകത്തുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് 4 മദ്ഹബ് അല്ലാതെ വേറെ ഏതും തഖ്ലീദ് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്? ബാക്കിയുള്ള മദ്ഹബുകൾ മുദവ്വന് അല്ല, അതിന്റെ ഖൈദുകൾ ശർത്തുകളൊന്നും അറിയില്ല. സഹാബാക്കളെ മദ്ഹബ് അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, അബൂബക്കർ, സിദ്ദീഖ് ഇവരൊന്നും തഖ്ലീദ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല. പറ്റുമെങ്കിൽ അവരെ മദ്ഹബ് എവിടെയോ ഒരു ജുസി പറഞ്ഞു, ജുസി പറയുമ്പോൾ അതിന്റെ ശർത്തും ഖൈദും പറഞ്ഞോ? ഇല്ല. സഹാബാക്കളുടെ മദ്ഹബ് അത് ക്രോഡീകരിച്ച് വെച്ചിട്ടില്ല. അതിന്റെ ശർത്തും ഖൈദും അറിയാത്തത് കൊണ്ട് അത് തഖ്ലീദ് ചെയ്യാൻ പാടില്ല. എന്തിനത് തഖ്ലീദ് ചെയ്യണം? 4 മദ്ഹബുകളുണ്ടല്ലോ. ഈ 4 മദ്ഹബുകളിൽ തഖ്ലീദ് ചെയ്യാൻ പറ്റിയതെല്ലാം സഹാബാക്കൾ പറഞ്ഞതും താബീങ്ങൾ പറഞ്ഞതും എല്ലാം ഇതിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അപ്പൊ സഹാബിന്റെ മദ്ഹബ് തഖ്ലീദ് ചെയ്യാൻ പറ്റൂല എന്നതിന്റെ അർത്ഥം അങ്ങനെയാണ്, അവരതിന് യോഗ്യരല്ലാത്തത് കൊണ്ട് അല്ല. അങ്ങനെ ഷർഖാവി, ഹാഷിത്തു ഷർഖാവി, ഫിഖ്ഹിന്റെ ഷർഖാവി ഉണ്ട്. ഷർഖാവിയിൽ കാണാം അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ ഉദ്ധരണി എടുത്തു വെച്ചിട്ട് പറയുന്നു, ഇത് തഖ്ലീദ് ചെയ്യാൻ പറ്റൂല. അബ്ദുല്ലാഹിബ്നു അബ്ബാസിന്റെ മതം കോയിനർത്ഥം കൊടുക്കാതെ എന്തി തന്നിട്ട് ആ വാക്ക് മാത്രമേ മനസ്സിലാക്കിയത്, അതിനെപ്പറ്റിയുള്ള വിശദീകരണം കണ്ടില്ല. ഷർഖാവിന് ഇത് തഖ്ലീദ് ചെയ്യാൻ പറ്റാത്തതാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആടുമാട് വട്ടകങ്ങൾ മാത്രമേ അറുത്തു കൊടുക്കാൻ പറ്റുകയുള്ളൂ. അറുത്തു കൊടുക്കുന്ന വട്ടകത്തിന്റെ പ്രായം 5 വയസ്സ് തികഞ്ഞ് 6-ൽ പ്രവേശിക്കണം. ഇനി പോത്തി, എരുമ, പശു, മൂരി ഇതിന്റെ വയസ്സെത്ര? 2 വയസ്സ് തികഞ്ഞ് 3-ൽ പ്രവേശിക്കണം. 2 വയസ്സ് പൂർത്തിയായി 3-ൽ പ്രവേശിക്കണം. ആടുകളിൽ 2 തരം ആടുണ്ട്. കോലാട്, അതിന് 2 പൂർത്തിയായി 3-ൽ പ്രവേശിക്കണം. നെയ്യാടിന് 1 വയസ്സ്. എന്നാൽ കോലാടും നെയ്യാടുമായിട്ടുള്ള വ്യത്യാസം? നെയ്യാടി എന്ന് പറഞ്ഞാൽ ആ ജാതി ആടിന്റെ പിൻഭാഗത്ത്, ചന്തിന്റെ ഭാഗത്ത് കുറെ മാംസം ഇങ്ങനെ കെട്ടിക്കൂടിയിട്ടുണ്ടാവും, തടിച്ചു കൂടിയിട്ടുണ്ടാവും. മുറിച്ചെടുക്കാൻ പറ്റും. അത് മുറിച്ചെടുത്താൽ ആടിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നർത്ഥം. വേദന അപ്പൊ താൽക്കാലികമായ വേദന ഉണ്ടാവും. മുറിച്ചെടുത്തിട്ട് കുറെ ഇറച്ചി 1 കിലോ 2 കിലോ ആയിട്ട് എടുത്തിട്ട് തുന്നി പിടിപ്പിച്ചാൽ പിന്നെയും ഇറച്ചി അവിടെ ഉണ്ടാവും. ഈ മുറിച്ചടക്കുന്ന ഇറച്ചി എന്താണ്? അത് നജിസാണ്. എന്താ? അർക്കാത്ത ജീവിയിൽ നിന്ന് അതിന്റെ ജീവിതകാലത്ത് പിരിഞ്ഞ ജുസ് നജിസാണ് എന്ന് ഫത്തുഹുൽ മുഈനിൽ പറഞ്ഞു. എന്നിട്ട് അതിന് ഉദാഹരണമായി അല്യത്തിൽ ഖറൂഫി, നെയ്യാടുമുട്ടിന്റെ ചന്തി പോലെ. എന്തപ്പ ഒരു ജുസ് പിരിഞ്ഞതിന് ഉദാഹരണം തന്നെ ആട്ടിന്റെ ചന്തി എന്ന്. വേറെ അതിന്റെ തലേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്ത് കുരുത്തം കേട്ട ഉദാഹരണം. കിതാബിൽ എഴുതുന്ന അങ്ങനെയാ, ചന്തി. അത് നെയ്യാട്ടിന്റെ ചന്തി അങ്ങനെ മുറിച്ചെടുക്കൽ ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ മുറിച്ചെടുക്കലുണ്ട്. മുറിച്ചെടുത്തിട്ട് അറുക്കാത്തത് തിന്നുന്ന കൂട്ടർ അതിനെ തിന്നലുണ്ട്. അത് നജിസ് എന്നെനിക്കന്ന് പിന്നെ അങ്ങനെ ഉള്ളത് കൊണ്ട് അത് നജിസാണെന്ന് അറിയിക്കാൻ വേണ്ടി അതേ ജുസീനെ എടുത്തിട്ട് ഉദാഹരണം പറഞ്ഞു. കഅല്യത്തിൽ ഖറൂഫി, ഫത്തുഹുൽ മുഈനിൽ ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആട് ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല, എവിടെയും ഇല്ല. ഇവിടെയുള്ള ആട് അങ്ങനത്തെ അല്യത്തില്ലാത്ത ആട്. ഇതിന്റെ ഉദര് പിന്നെ ഐബ് പറയുന്ന സ്ഥലത്ത് പറയും.
അല്യത്തില്ലാതെ ഒരു ആടിനെ പടക്കപ്പെട്ടു, എന്നാൽ അത് ഉളഹിയാക്കി പറ്റുമോ? പറ്റൂ. എന്റെ അല്യത്തില്ലാത്ത ആട്, ചന്തിയില്ലാത്ത ആട്, പിന്നെ ബയല തുറല്ല എന്തത്? അതായത് അല്യത്തില്ലാത്തത് പറഞ്ഞാൽ ആ പിൻഭാഗത്ത് ഇങ്ങനെ മാംസം തൂങ്ങിക്കിടക്കാത്തത് നെയ്യാട് തന്നെയാണെങ്കിൽ അത് നെയ്യാക്കി പറ്റുമോ? അതിന് ജന്മത്തിൽ തന്നെ ഇല്ലെങ്കിൽ പറ്റും. എന്താ നെയ്യാട്ടിന് അങ്ങനെ ഉള്ളത് കൊണ്ടാണ് അത് പറഞ്ഞ അല്യത്തില്ലാതെ പടക്കപ്പെട്ടത്. അങ്ങനെയുള്ള ആടുകൾ ഇവിടെ ഇല്ല. ഇവിടെയുള്ള നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ ആടും, പല തരത്തിലുള്ള ആട് പോറ്റുന്ന സ്ഥലത്ത് പോയിട്ട് നോക്കിയാൽ ഫാമിന്റെ ഉള്ളിൽ പല സൈസ് ആടും കാണും. ഇവിടെ തടിച്ചതെല്ലാം കാണും. ഇത് നെയ്യാട് കഴിഞ്ഞിട്ട് തൊടുമ്പക്ക് നെയ്യ് പോലെ ഉണ്ട്. അത് നെയ്യാടല്ല, അത് പറ്റൂല. പിന്നെ ചെമ്മരിയാട് ഇങ്ങനെ കുരിയാട്, അതും കോലാടിൽപ്പെട്ടതാണ്. അതും വഹിയാക്കി വിട്ടും 2 വയസ്സ് പൂർത്തിയായിട്ട് 3-ൽ പ്രവേശിക്കണം. ഇവിടെ നമ്മൾ ഈ പ്രദേശത്ത് കാണുന്ന ആടുകളെല്ലാം കോലാടുകളാണ്, നെയ്യാട് ഈ ഭാഗത്ത് ഇല്ല. അപ്പൊ ആടിനും 2 വയസ്സ് പൂർത്തിയായിട്ട് 3 വയസ്സിൽ പ്രവേശിക്കണം. എരുമ, പോത്ത്, മൂരി, പശു, ആട് എല്ലാം 2 വയസ്സ് പൂർത്തിയായി 3-ൽ പ്രവേശിക്കണം. അതാണ് ഉളഹിയാന്റെ വയസ്സ്. അതിനേക്കാൾ കുറഞ്ഞ വയസ്സിൻ്റെത് അറക്കാൻ പറ്റുകയില്ല. നെയ്യാടുണ്ടോ? ഉണ്ടെങ്കിൽ 1 വയസ്സായത് പറ്റും. അതിന് വേറെയൊന്നുണ്ട്, 1 വയസ്സാവണം എന്ന് തന്നെയില്ല. 1 വയസ്സിന് മുമ്പ് പല്ലയിച്ചാൽ മതി. പല്ലയിക്കൽ, മൃഗങ്ങൾ പല്ലയിക്കലുണ്ട്. 1 വയസ്സിന് ആയതിനു മുമ്പ് പല്ലയിച്ചത് പറ്റൂ. എന്താ? 2 വയസ്സ് തേൽ മനുഷ്യന്മാർക്ക് 15 പൂർത്തിയാവലുണ്ട് ബുലൂഗാവും പോലെ. 1 വയസ്സ് 1 വയസ്സ് പൂർത്തിയാവൽ നെയ്യാടിന്. 1 വയസ്സിന് മുമ്പ് പല്ലയിക്കല 16 വയസ്സാ 15 വയസ്സാകുന്നതിന് മുമ്പ് എഹ്തിലാമുണ്ട് ബുലൂഗാവും പോലെ. നെയ്യാട്ടിന്റെ ഔക്കമാണ്. അതില്ല ഇവിടെ. നെയ്യാട്, കോലാടാണ് ഇവിടെയുള്ളത്. അപ്പൊ ഇവിടെയുള്ള ആടുകൾ കോലാട് ആണ്. ആടുകളും പശു, മൂരി, പോത്ത്, എരുമ എല്ലാം 2 വയസ്സാവേണ്ടതാണ്. ഒട്ടകം നമ്മൾ ഈ പ്രദേശത്ത് ഇല്ല. അതുകൊണ്ട് ഉദഹിയാന്റെ ജീവിയുടെ വയസ്സെത്രയാവണം? 2 വയസ്സാവണം എന്ന് പറഞ്ഞാൽ. നെയ്യാടോ ഒട്ടകോ? അത് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇല്ല. ഇവിടെ രോഗനർക്കല്ല. ഒട്ടകം ഉണ്ടെങ്കിൽ ആൾ ചോദിക്കാൻ വരൂ. ഒട്ടകത്തിന് ഉള്ളിയർത്ത് കൊടുത്താൽ പറ്റുമോ നമ്മൾ ഈ ഭാഗത്ത്? അപ്പോ അങ്ങനെയാണ്. ഇനി പിന്നെ 2 വയസ്സ് 2 വയസ്സ് പൂർത്തിയാവണം. 2 വയസ്സ് പൂർത്തിയായിട്ടില്ല, നല്ല തടിയുണ്ട്, അത് പറ്റുമോ? ശ്രദ്ധിക്കണം എല്ലാവരും. 2 വയസ്സ് പൂർത്തിയായിട്ടില്ല, നല്ല തടിയുണ്ട്, അത് പറ്റൂല. 2 വയസ്സ് പൂർത്തിയാവണം എന്ന് പറഞ്ഞാൽ പോലെ പിന്നെ തടിയുള്ളത് പറ്റൂല എന്നിട്ട് ഇന്നലെ രാത്രി വന്ന് ചോദ്യം വന്നകത്ത്. ഇന്നലെ രാത്രി ചോദ്യം വരുന്നത് ഒരു അത്ഭുതത്തിന്റെ ചോദ്യമാണത്. ഒരു ഭാഗത്ത് ഒരാൾ ചോദിച്ചിട്ട് പറയും ഞാൻ ഉടുപ്പിന്ന് വിളിച്ചതെന്ന്, പിന്നെ ഒരാൾ പറയും ഞാൻ മടിക്കേരിന്ന് വിളിച്ചതെന്ന്. ചോദ്യം തന്നെ. ഹൈപ്പ് അങ്ങനെ ഇതുണ്ടല്ലോ, എത്തിക്കുന്ന വഴിയുണ്ട് പെട്ടെന്ന്. നല്ല തടിയുണ്ടെങ്കിൽ പറ്റൂലേ? തടിയുണ്ടെങ്കിലും പറ്റൂല. എങ്ങനെയായാലും പറ്റൂ. 2 വയസ്സ് പൂർത്തിയായത് തന്നെയാവണം. അപ്പൊ ആളുകൾ പറയുന്നത് 2 വയസ്സായ ആട് കിട്ടാൻ പ്രയാസമാണ്. ഇപ്പോൾ പ്രയാസം ഉണ്ടെങ്കിൽ വേറെ ഉണ്ടല്ലോ, പോത്തും മൂരും എരുമൊക്കെ ഉണ്ടല്ലോ, അതർത്ഥം കൊടുക്കാം. പ്രയാസമായതുകൊണ്ട് വയസ്സ് പൂർത്തിയാവാത്തത് പറ്റും എന്നില്ല. ഇല്ല, പോത്തും കിട്ടുന്നില്ല, എരുമയും കിട്ടുന്നില്ല, പശുവും കിട്ടുന്നില്ല, ആടും കിട്ടുന്നില്ല. 2 വയസ്സായത് എല്ലാം അതിനേക്കാൾ താഴെയുള്ള വയസ്സിൻ്റെതാണ്. അപ്പൊ ഒന്നും ആർക്കൽ എങ്ങനെ ഇല്ല, ഒന്നുമില്ല. ജുമാ വേണം. ഒരു നാട്ടിൽ ജുമാ നിർത്തണമെന്നുണ്ട്. ജുമാക്ക് ആള് എണ്ണം വേണം. അവിടെ ജുമാക്ക് ഒരു അതതുണ്ടല്ലോ, 4 40 എത്ര, അത്ര ആളില്ല. 2 ആൾ മാത്രമേ ഈ നാട്ടിലുള്ളൂ. അപ്പൊ ഞങ്ങൾ എന്താക്കുന്നേ? ജുമാക്ക് വേറെ നാട്ടിൽ 2 ആളെ കൊണ്ടുവന്നിട്ട് പുറകെട്ടി കൊടുക്കാം. അങ്ങനെ ഉണ്ടാ? ഇല്ല. ജുമാ ഉജൂബില്ല.
സക്കാത്ത് കൊടുക്കണം എന്നാണ്. എത്ര 200 ദിർഹമിന്റെ വില ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണോ? എൻ്റെ ഇല്ല, ഞാൻ എന്താക്കുന്നത് വെള്ളിയാഴ്ച ഊർജ് പറഞ്ഞ് പൈസ ആക്കുന്നത് സക്കാത്ത് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ഉണ്ടാ? അങ്ങനെ നിസാബ് ഉണ്ടെങ്കിൽ കൊടുക്കണം, ഇല്ലെങ്കിൽ വേണ്ട. ജുമാന്റെ ഷർത്തുണ്ടെങ്കിൽ ജുമാ, അല്ലെങ്കിൽ ജുമാ ഇല്ല, ആരെങ്കിലും ഹജ്ജിന് പോയിട്ട് ഇനി അറഫയിലോ മിനയിലോ എന്താക്കേണ്ട, ജുമാക്ക് ഇരിക്കാൻ വേണ്ട. അങ്ങനെയൊക്കെ ഇച്ചാളെല്ലാം പോയിട്ട് മിനയിൽ പോയിട്ട് നമ്മളെ തമ്മിലുള്ള ആള് ഞമ്മ എത്ര ആളുണ്ട്? ഞമ്മ 40 ആളുണ്ട്. ജുമാക്ക് ഇരിക്കുക, അൽഹംദുലില്ലാഹ് അയ്യുഹന്നാസ് ജുമാക്ക്. അങ്ങനെ ഉണ്ടാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും ഹജ്ജത്തുൽ വിദായിലെ അറഫയിൽ ഉണ്ടായപ്പോൾ വെള്ളിയാഴ്ചയാണ് എന്നിട്ടോട് ജുമാ നിൽക്കിച്ച് ചരിത്രമുണ്ട്. ഇല്ല, ളുഹുറും അസ്റുമാണ് നിൽക്കിച്ചത്. എന്ത് മുത്തവത്തിനീങ്ങളാവണ്ടേ ജുമാ നിർത്താള്? അവിടുത്തെ ഒത്തുമില്ല, അറഫയിലില്ല, മിനയിലില്ല, എവിടെയില്ല. അപ്പൊ അങ്ങനെ വയസ്സ് പൂർത്തിയാവാത്ത മൃഗത്തിനെ ഉണങ്ങി അർത്ഥം കൊടുക്കുക, അല്ലെങ്കിൽ ഉണങ്ങിയില്ലാതെ പോന്ന് അറിയിച്ച് അങ്ങനെ അർത്ഥം കൊടുക്കേണ്ടതില്ല. വയസ്സ് പൂർത്തിയായത് കിട്ടിയാൽ മാത്രമേ അർത്ഥം കൊടുക്കേണ്ടതുള്ളൂ. വയസ്സ് പൂർത്തിയാവണം. 2 വയസ്സ്. വയസ്സെങ്ങനെ തീരുമാനിക്കല്? അത് മൃഗത്തിന്റെ അനുഭവമുള്ള ആള് പറയും ഇത്ര വയസ്സായിന്. അതിന് കച്ചവടക്കാർ വിശ്വസ്തന്മാരാണെങ്കിൽ സ്വീകരിക്കാം അവർ പറഞ്ഞത്. ചിലപ്പോൾ എന്താക്കും, കച്ചവടക്കാർ പോയി 2 വയസ്സായി പറയും. ഒരു കച്ചവടമാകാൻ വേണ്ടി ഇപ്പൊ കുറച്ച് കളവ് പറഞ്ഞില്ലേ, പെരുന്നാൾ സീസൺ വലിയ കച്ചവടത്തിന് സമയമല്ലേ, പിന്നെ വേണം തൂപ ചെയ്തോളാം പെരുന്നാളിന്. ഇപ്പൊ കളവ് പറയാന്നുള്ള ഉദ്ദേശം ഉണ്ടാവും. അങ്ങനത്തെ ആള് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റില്ല. വിശ്വസ്തന്മാർ അതിലായ ആള്, ഒരു കച്ചവടക്കാർ അതിലായ ബാഹ്യമായി പറഞ്ഞാൽ സ്വീകരിക്കാം. മാത്രമല്ല അതിലായാൽ പോരാ, അവൻ മൃഗങ്ങളെ പറ്റി പരിചയം ഉള്ളവനും ആവണം, അതിന്റെ വയസ്സ് മനസ്സിലാക്കാൻ അറിയുന്ന ആളാവണം. അങ്ങനെയുള്ള ആൾ പറഞ്ഞ് സ്വീകരിക്കാം. പാട് ഒട്ടകങ്ങള്, ഇതാണ് അർത്ഥം കൊടുക്കാൻ പറ്റിയത് ഇരിക്കുന്ന ജീവി. ആട് ഒരാൾ മാത്രം, ഒരാൾ അർത്ഥം കൊടുക്കാം. 2 ആള് കൂറുവിടാൻ പറ്റൂല. അപ്പൊ 2 ആള് കൂടിയിട്ട് 2 ആടെടുക്കാം. 2 ആടിന് എത്ര? 10,000 ഉറുപ്പ്യാണ് 2 ആട്. 5,000 ഞാൻ തന്ന്, 5,000 പിന്നെ ഒരാള്. 2 ആട് കൊണ്ടന്ന് 2 ആയല്ലോ. എന്റേത് നിന്റേത്, അതെന്ത് കണക്ക്? അതൊന്നും വേണ്ട. 2 ആളത് 2 ആളെ പോലെ ഇത് മതിയോ? പറ്റൂല. ഓരോരുത്തരും അവനവന്റെ ആട് തയ്യിലാക്കണം ഏത് ചെയ്യുന്നു. 2 ആളും കൂടി 2 ആട് അറുത്ത് കൊടുത്താൽ പറ്റുകയില്ല. ഓരോരുത്തരും ഓരോ ആട് അങ്ങനെയാവണം. ബാക്കിയുള്ള മൃഗങ്ങൾ എല്ലാം 7 ആള് വരെ കൂറുകൂടാം. ഇവിടെയുമുണ്ട് നമ്മൾ ഉദഹിയാനെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ജനങ്ങളെ ശ്രദ്ധിപ്പിക്കേണ്ട ഒരു വിഷയം. എന്ത്? ചില ആൾ മനസ്സിലാക്കിയത് ഉദഹിയ അർത്ഥം കൊടുക്കണം, ഒരു പശുവിനെ 3 അർത്ഥം കൊടുക്കണം, 7 ആൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉദഹിയ, അല്ലെങ്കിൽ ഇല്ല. അങ്ങനെ പറഞ്ഞാലുണ്ട്. ഞാൻ എല്ലാ കൊല്ലവും കൊടുക്കലായിരുന്നു ഉദഹിയ, ഇക്കൊല്ലം കൊടുത്തിട്ടില്ല. എന്ത്? ആളെ നോക്കിയിട്ട് കിട്ടിയില്ല. 6 ആളെ കിട്ടി, പിന്നെ ഒരാൾ കിട്ടിയില്ല. അപ്പൊ പിന്നെ പാട്ടാതെ വെച്ച് ഇതൊക്കെ അനുഭവമാണ്. അങ്ങനെയല്ല, ഒരു പശുവിനെ, മൂരിനെ, പോത്തിനെ, ഒട്ടകത്തെ ഒരാൾ തന്നെ അർത്ഥം കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെ. 2 ആള് കൂറ് കൂടാം. 3 ആള്, 4 ആള്, 5 ആള്, 6, 7 വരെ ആവാം. കൂടിക്കൊള്ളണമെന്നില്ല. 8 ആള് കൂടിയാൽ പറ്റുകയില്ല. 7 ആള് വരെ കൂറുകൂടാം. ഇവിടെയും 14 ആള് കൂടി 2 പോത്തിനെ വാങ്ങി കൊടുത്താൽ പറ്റുകയില്ല. 7 ആൾക്ക് വേറെ ഒരു, പിന്നെ 7 ആൾക്ക് വേറെ തന്നെ അത് തയ്യാറാക്കണം. അങ്ങനെ നല്ലത്, ഏറ്റവും നല്ലത് ഏത്? 7 ആട്. ഒരാൾ തന്നെ 7 ആട് അർത്ഥം കൊടുക്കലാണ് ഏറ്റവും നല്ലത്. 2ാം സ്ഥാനം ഒരു ഒട്ടകം, 3ാം സ്ഥാനം ഒരു ബക്കറി. ബക്കറി എന്ന് പറയുമ്പോ അതിൽ പോത്തി എരുമയും പെടുന്നു, പശു മൂരിയും പെടുന്നു. പോത്തും എരുമയും പെടുന്നു. ബക്കറി മിൻഹാജിൽ പറഞ്ഞില്ലേ, സക്കാത്തിന്റെ ബാബിൽ മഹല്ലിന്റെ മത്തല്
വലൗകാന ബക്കറുഹു ജവാമീസ, അല്ലേ? ഒരാളെ ബക്കർ ജാമൂസുകളായും. ഇവിടെ ഒരാൾ അർത്ഥം വെച്ച് ഇതെന്തൊരു അത്ഭുതമാണ്. ബക്കറിന് പശുവിനെ അർത്ഥം. വലൗകാന ബക്കറുഹു, ഒരുത്തൻ്റെ പശുവായാൽ ജവാമീസ, പോത്തുകളായാൽ. അതേരപ്പം പശു പോത്തായത്, പശു അങ്ങനെ പോത്തായത്. ബക്കറിൽ 2 തരമുണ്ട്. ബക്കറി ജവാമീസി, പിന്നെ എറാബ്. ജവാമീസിനെ പോത്ത്, എരുമ. അത് എറാബ് തന്നെ മൂരി പശു, അതാണ് എറാബ്. ബക്കറിലുള്ള എറാബ് അങ്ങനെയാണ്. ഇങ്ങനെ 2 തരമുണ്ട്. ഈ 4നും ബക്കറി എന്ന് പറയും. 4നും 7 ആൾ വരെ കൂറുകൂടാൻ പറ്റും. പോത്ത്, എരുമ, മൂരി, പശു 7 ആൾ വരെ കൂറുകൂടാൻ പറ്റും. പിന്നൊന്ന്, പോത്തും മൂരിയും നോക്കിയാൽ ഏത് നല്ലത്? പോത്ത്, എരുമ, മൂരി, പശു നോക്കിയാൽ നല്ലത് ഏത്? പോത്ത്, എരുമ എന്ന് കമാലുദ്ദമീരി പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ പിന്നെ പോത്തിനെ പറ്റി പറയുന്നറിയോ? പോത്ത്, എരുമ എന്നത് ആടുകളുടെ കൂട്ടത്തിൽ നെയ്യാട്, കോലാട് എന്നതുപോലെ പോത്ത്, എരുമ ആടുകളിൽ നെയ്യാടുള്ളത് പോലെ അത് നെയ്യാട്ട സ്ഥാനത്താണ്, മൂരി കോലാട്ട സ്ഥാനത്താണ്. അപ്പൊ പോത്തും മൂരിയും, പോത്ത് ജാതിയും മൂരി ജാതിയും നോക്കിയാലത് പോത്ത് ജാതിയും നല്ലത് ജവാമീസ്. അങ്ങനെ പോത്തിനെയും അർക്കാം, മൂരിനെയും അർക്കാം. 7 ആൾ വരെ കൂറുകൂടാം. അപ്പൊ ആദ്യം 7 ആട് 1-ാം സ്ഥാനം, 2ാമത്തെ ഒരു ഒട്ടകം, 3ാമത്തത് ഒരു ബക്കറ്, കന്നുകാലികൾ വിറ്റുണ്ട്, 4ാമത്തത് ഒരു നെയ്യാട്, 6ാമത്തത് കോലാട് 1. നെയ്യാട് നമ്മളിവിടെ ഇല്ല, അപ്പൊ കോലാട് അതാവും. പിന്നെ ഒരു ആട് കഴിച്ചാൽ 6ാമത്തെ സ്ഥാനമാണ് ഒട്ടകത്തിൽ കൂറുകൂടൽ. 7ാമത്തെ സ്ഥാനമാണ് ബക്കറി, പശു ജാതിയിൽ, കന്നുകാലി ജാതിയിൽ കൂറുകൂടൽ 7ാമത്തെ സ്ഥാനം. അപ്പോ 7ാമത്തെ സ്ഥാനം കൂറുകൂടൽ. കൂറുകൂടുമ്പോൾ ഒരു ഒട്ടക 2 ആൾ മാത്രം അർത്ഥ കൊടുക്കുന്നത്, അപ്പോഴും കൂറുകൂടലായി. 7 ആൾ അർത്ഥ കൊടുക്കുന്നുണ്ടെങ്കിലും കൂറുകൂടലായി. എന്നാൽ ഒരു ആട്ടിന് അർത്ഥ കൊടുക്കൽ ഒരു ഒട്ടകത്തിനോ പശുവിനോ കൂറുകൂടുന്നതിനേക്കാൾ അഫ്ളൽ എന്ന് പറയുമ്പോൾ 2 ആൾ മാത്രം ഒരു പോത്തിന് അർത്ഥ കൊടുക്കുന്നു എങ്കിൽ ഇതാണോ നല്ലത്? അല്ല 2 ആൾ ഓരോ ആട്ടിന് അർത്ഥ കൊടുക്കലാണോ അഫ്ളൽ? ആടർത്ത് കൊടുക്കലാണ് നല്ലത്. പോത്തിന്റെയും പശുവിന്റെയും ഓഹരിയിൽ 7 അംശാവട്ടെ, 7 2 നേരെ പകുതിയാവട്ടെ, അല്ലെങ്കിൽ 7 6 ഭാഗമാവട്ടെ, കൂറുകൂടുന്നതിനേക്കാൾ നല്ലത് മുഴുവൻ ഒരു ആട്ടിനർത്ത് കൊടുക്കുക. എന്ത്? അതിന് കുറെ കാരണമുണ്ട്. അതിനൊരു കാരണമാണ് ചോര ഇറാഖത്തുദ്ദമ കൊണ്ട് തെളിക്കലുണ്ട്. ഒരാൾ മാത്രമാണ്. ഇറാഖത്തുദ്ദമിന്റെ ഉദ്ദേശം അർഖൽ, അറവ്. എന്താ ഈ അറവെന്താണ്? ഉലഹിയാന്റെ അറവ് നെഫ്സിനെ തൊട്ടുള്ള ഫിദയാണ്, നെഫ്സിനെ മോചിപ്പിക്കുക. അപ്പൊ നെഫ്സിനെ മോചിപ്പിക്കുമ്പോൾ ഒരാൾ തന്നെ അതിനുവേണ്ടി ഇരിക്കുന്ന കാര്യം ചെയ്യൽ, അതാണ് നല്ലത്. നെഫ്സിന് തണ്ടം കൊടുക്കല്ലോ. ഫദൈനാഹു ബിദിബ്ഹിൻ അളീം എന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഫിദിയെ സംബന്ധിച്ച് പറഞ്ഞ ആടാണ് അത്. ഫദൈനാഹു ബിദിബ്ഹിൻ അളീം. അതേപോലെ നമ്മളുടെയും ഫിദിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത്? ഉൽഹിയ അർത്ഥം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആള് ദുൽഹിജ്ജ 1 മുതൽ അർത്ഥം കൊടുക്കുന്നത് വരെ മുടിയും നഖവും മുറിക്കണ്ട. എന്ത്? ആ മുടിയും കൂടി നരകത്തേതൊരു മോചിപ്പിക്കുന്ന എഴുത്തിൽ പെടാൻ വേണ്ടി
ഹജ്ജിന് ഇഹ്റാം കിട്ടിയവനെ പോലെ ആവാൻ വേണ്ടിയല്ല. അങ്ങനെ ഹജ്ജിന് ഇഹ്റാം കിട്ടിയവനെ പോലെ ആവുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എന്ത് അത്തിരി പൂശാനും പാടില്ല എന്ന് വരും, സംയോഗം ചെയ്യാൻ പാടില്ല എന്ന് വരില്ല. അതൊന്നുമില്ലല്ലോ. മുടിയും നഖവും മുറിക്കൽ മാത്രമേ കറാഹത്തുള്ളൂ, മുറിക്കാതിരിക്കൽ സുന്നത്ത്. എന്തിന്? ഇത്ഖി എല്ലാത്തിനെയും ഉൾക്കൊള്ളിക്കാൻ വേണ്ടി. അതാണ്, എന്നല്ലാതെ ഹാജിനോട് തശബ്ബുഹം ബിൽ ഹാജ് അല്ല. അതാണ് എൻ്റെ അതുമായി. പിന്നെ അറുക്കുന്ന ജീവികളുടെ നിറം നല്ലത് തിരഞ്ഞെടുക്കണമെന്നുണ്ട്. അതിന് നിറവും കൂടിയുണ്ട്. വെളുത്തതാണ് ഏറ്റവും നല്ലത്. ലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ളഹാ ബികബ്ശൈനി അംലഹൈനി, വെളുത്ത 2 ആടുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യാർത്തിട്ടുണ്ട്. അംലഹി തന്നെ വെളുത്തത് എന്നാണ് അർത്ഥം. വെളുത്തത്, വെളുപ്പ് ചോദിച്ചാൽ രണ്ടാമത്തെ കളറ് മഞ്ഞ നിറം, മഞ്ഞ. മൂന്നാമത്തേത് അഫ്രാ. അഫ്രാ എന്ന് പറഞ്ഞാൽ വെളുപ്പുണ്ട്, ഉണ്ടെങ്കിൽ ക്ലിയർ വെളുപ്പല്ല, മങ്ങിയ വെളുപ്പ്. നാലാമത്തേത് ഹബ്രാ, ചോപ്പ്. 5ാം സ്ഥാനത്താണ് ബൽഖാ, പല നിറമുള്ളത്. കറുപ്പുണ്ട്, വെളുപ്പുണ്ട്, ചുവപ്പുണ്ട്, മഞ്ഞുണ്ട്, നീളുണ്ട്. ചുവപ്പും വെളുപ്പും മഞ്ഞയും, വെളുപ്പും ചുവപ്പും ആണെങ്കിൽ വെളുപ്പും മഞ്ഞയുമാണ് നല്ലത്. എന്താ? മഞ്ഞ 2ാം സ്ഥാനത്താണ്, വെളുപ്പിന്റെ നേരെ ഉടനെ പറഞ്ഞു, അതുകൊണ്ട്. പിന്നെ കറുത്തത്, കറുത്തത് ലാസ്റ്റ്, കറുപ്പ് കളർ. ഇങ്ങനെ നിറം തിരഞ്ഞെടുക്കുന്ന സുന്നത്താണ്. ദമു അഫ്റാ ഖൈറുൻ മിൻ ദമി സൗദാമൈനി എന്ന ഹദീസ്. അഫ്ളലായ നിറം ഏത്? അഫ്റാ, മങ്ങിയ വെളുപ്പ്. അത് വെളുപ്പിന്റെയും മഞ്ഞന്റെയും ശേഷം 3ാം സ്ഥാനത്തുള്ളത്. സൗദാ അതിന്റെ അപ്പുറം കറുത്തത് 6ാമത്തെ സ്ഥാനത്തുള്ളത്. അപ്പൊ ആദ്യത്തെ സ്ഥാനത്തുള്ള 1, 2ാം സ്ഥാനത്തുള്ള 2 നോക്കിയാൽ ആ ആദ്യത്തെ 1ാം സ്ഥാനത്തുള്ള, അല്ലെങ്കിൽ അതിന് മുമ്പുള്ള സ്ഥാനത്തുള്ള 1 നല്ലത്. അഫ്റാ മങ്ങിയ വെളുപ്പുള്ളതും കറുത്തതും നോക്കിയാൽ മങ്ങിയ വെളുപ്പുള്ള 1ഉം കറുത്ത 2ഉം നോക്കിയാണെങ്കിൽ ആ 1ക്കാണ് സ്ഥാനം കൂടുതൽ. അപ്പൊ അതിന്റെ നിറത്തിലും അങ്ങനെയുണ്ട്. പിന്നെ ഉലഹി അറുക്കാൻ ഏറ്റവും അതിന്റെ വഖത്തപ്പോൾ പെരുന്നാൾ ദിവസം സൂര്യൻ ഉദിച്ച് 2 റക്അത്ത് ഖഫീഫത്തായ നിരക്കുള്ള നിസ്കാരം, 2 ഖഫീഫത്തായ ഖുതുബാന്റെ സമയം കഴിഞ്ഞ ഉലഹിയാന്റെ സമയമായി. സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ കതിര് വയറണം എന്നില്ല. വയറ് നല്ലതാണ്, ഷുർത്തല്ല, സുന്നത്താണ്. അത്ര വയറുന്ന ഒരേ പിന്തിക്കൽ പെരുന്നാൾ നിസ്കാരത്തെ. പെരുന്നാൾ നിസ്കാരത്തിന്റെ വഖത്ത് കടക്കുന്നപ്പോൾ സൂര്യൻ ഉദിക്കലോടുകൂടിയാണ്. ഒരു കുന്തത്തിന്റെ അത്ര സൂര്യൻ വയറുന്നത് വരെ പിന്തിക്കൽ സുന്നത്ത്. എന്താ അത്? വഖത്ത് സബബുടേതായ നിസ്കാരമാണ്. അതിന്റെ വഖത്ത് സബബ് വഖത്ത് തന്നെ സബബുടേതായ നിസ്കാരം. പിന്നെ ഒരു റിംഗിന്റെ കതിര് വയറുന്നവരെ പിന്നിക്കണം എന്നില്ല, അതിന് മുമ്പേ പറ്റൂ. പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയമായി. അപ്പോൾ സൂര്യൻ ഉദിച്ച് ഉടനെ 2 റക്അത്ത് തഖഫീഫത്തായ നിരക്കുള്ള നിസ്കാരം, അവരെ ഖുതുബ ഫർദ് പൂർത്തിയാക്കിയിട്ടുള്ള നിസ്കാരവും ഖുതുബയും, അതിന്റെ സമയം കഴിഞ്ഞാൽ ഉളഹിയ അറുക്കുന്ന സമയമായി. പിന്നെ അവിടെ നിസ്കരിച്ചോ ഇല്ലേ അത് നോട്ടമില്ല. ഇമാം അറുക്കുന്നതിന് മുമ്പ് അർത്താ പറ്റുകയില്ല എന്ന് മദ്ഹബുകളുണ്ട്. നമ്മളെ മദ്ഹബിൽ അങ്ങനെയില്ല. ഇമാം എന്ന് പറഞ്ഞാൽ ഇമാമുൽ അഅ്ലം, ഭരണാധിപൻ, പള്ളിയിലെ ഇമാമല്ല. അങ്ങനൊന്നും ഷാഫി മദ്ഹബിലില്ല. ഇത്ര സമയമായാൽ അറുക്കാൻ തുടങ്ങാം.
അങ്ങനെ ഏതുവരെ സമയം? പെരുന്നാൾ ദിവസം മുഴുവൻ 11, 12, 13 സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അറുത്ത് കഴിയണം. രാത്രിയും പകലും അറുക്കാം, പക്ഷേ രാത്രി അറുക്കൽ കറാഹത്താണ്. അത് ഉലഹിയാവട്ടെ ഉലഹി അല്ലാത്ത അറവും, ഏത് അറവും രാത്രി കറാഹത്ത്. ഉതിരുണ്ടെങ്കിൽ അറുക്കാം രാത്രി. എന്താ, പകൽ അറുത്താൽ ഇറച്ചി വാങ്ങാൻ ആളെ കിട്ടൂല, രാത്രിയെ കിട്ടും. എന്നാ രാത്രി അറുക്കാം. അല്ലെങ്കിൽ പകൽ അറുത്താൽ എന്താവും? വേറെ ഗുൽമാലോ കുഴപ്പമാവും. അപ്പോൾ രാത്രിക്ക്. ഇതൊക്കെ കുറെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ദീന് പഠിപ്പിക്കുന്നത് പകൽ അർത്ഥെങ്കിലും ഗുൽമാലാതെ രാത്രി അർത്ഥം മതിയും. ഇപ്പൊ ചിലരുടെ സ്ഥിതി എന്താ? പകൽ അർത്ഥ ഗുൽമാലാവോ, എന്നാ പകൽ തന്നെ റോഡ് സൈഡിൽ തന്നെ ഓടിയിട്ട് ഇറക്കും. എന്താക്കും നോക്കാം. ഇതിനാണ് ഉഗ്രവാദാണ് പേര്. ഈ ഉഗ്രവാദം വേണ്ട എന്നാണ് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നത്. അങ്ങനെ അറുക്കുമ്പോൾ ഉപദ്രവിക്കുന്നത് എന്നാ അവരറിയാത്ത ഇലക്ക് അറിയാത്ത സ്ഥലത്ത് പോയിട്ട് അർത്ഥം ഗുൽമാലാക്കണ്ട. ഇതാണ്. അങ്ങനെ രാത്രിയും അറുക്കാം പകലും അറുക്കാം. രാത്രി അറുക്കൽ ഖറാഹത്ത്, ഉദറുണ്ടെങ്കിൽ ഖറാഹത്തില്ല. ഉദഹിയ മാത്രമല്ല മറ്റുള്ള എല്ലാ അറവുകളും രാത്രി അറുക്കൽ. അവിടെ ഉദറുണ്ടെങ്കിൽ രാത്രി ഒരാൾ ഒരു ബിരുദം വന്നു, അപ്പൊ നാളേക്ക് നീ പിന്തിച്ചാൽ ബിരുദം പോവല്ലോ. അപ്പൊ രാത്രി തന്നെ അറുക്കാം. അല്ല പിന്നെ അവനോട് പറയണം, രാത്രി അറുക്കൽ കറാഹത്ത്, നീ രാത്രി പോണ്ട, നാളെ കോഴിനറുത്തിട്ട് ഉച്ചയ്ക്ക് 10 വരെ തിന്നിട്ട് പോകാം. ഇയാൾക്ക് വേണ്ട നിന്റെ കോഴിക്കറി വേണ്ട, പക്ഷെ കിട്ടും ആളെ. അപ്പൊ എന്താക്കാം? രാത്രി അറുക്കാം. അങ്ങനെയാണെങ്കിൽ അപ്പൊ രാത്രിയും അറുക്കാം പകലും അറുക്കാം. അറവിന്റെ സമയം അവസാനം എപ്പോഴാണ്? 13 സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അറുത്ത് കഴിയണം. അപ്പൊ സൂര്യൻ അസ്തമിക്കൽ എത്ര? 6:30, 6:29 അറുത്താൽ മതി. അപ്പൊ ഇറച്ചാക്കുന്നത്, ഇറച്ചി കൊടുക്കുന്നത് എപ്പ? അത് പിന്നെ ഓർത്താൽ മതി. ഇറച്ചി വിതരണം ചെയ്യൽ അയ്യാമത്തെ ശരീരത്തിന് തന്നെ ആവണമെന്നില്ല, അതിന്റെ പിറകെയായാലും പറ്റും. ഇറച്ചി വിതരണം ചെയ്യൽ അയ്യാമത്തെ ശരീരത്തിന് പെരുന്നാളുടെ അന്ന് ആയിക്കോണമെന്നില്ല. എന്നാൽ ഈ 4 ദിവസങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും അഫ്ളൽ പെരുന്നാൾ ദിവസം അറുക്കലാണ്. ഒരാൾ 4 പോത്തിന് അല്ലെങ്കിൽ 4 ആട്ടിനെ അറുത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചു. ഇത് ശ്രദ്ധിക്കണം. 4 ആടിനെ അറുത്ത് കൊടുക്കുന്നു. എന്നാലും 1 പെരുന്നാക്ക്, പിന്നെ 11, 12, 13, 4 ദിവസമല്ല. അതാ നല്ലത്? അല്ല എല്ലാം പെരുന്നാളിന്റെ തന്നെ അറുത്ത് കൊടുക്കലാണോ നല്ലത്? വൽ അഫ്ളലു ലിമൻ യുളഹി ബിഅദദിൻ, അദദ് കൊണ്ട്, ഒന്നിലധികം കൊണ്ട് അറുക്കുന്ന ആൾക്ക് അഫ്ളല് എന്ന് ചിലര് പറഞ്ഞു. അത് വിട്ടിരിക്കാം, ഓരോ ദിവസം അർത്ഥ കൊടുക്കുക. അതല്ല, റദ്ദഹുൽ മുസന്നിഫു, മുസന്നിഫ് റഹ്മത്തുള്ളാഹി, ഇമാം നബി റഹ്മത്തുള്ളാഹി റദ്ദ് ചെയ്തു. അത് പല ദിവസങ്ങളിലായി അർത്ഥ കൊടുക്കലല്ല, പിന്നെ പെരുന്നാളിൽ തന്നെ അർത്ഥ കൊടുക്കലാണ് ഏറ്റവും അഫ്ളല്. എന്ത്? ഫഇന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം നഹറ 100 ബദനത്തിൻ ഫീ യൗമിൻ വാഹിദിൻ മുസാറഅതൻ ലിൽ ഖൈറാത്തി. അല്ലാഹു നബി അർത്ഥത്തിന് 100 ഒട്ടകം നീ അർത്ഥത് ഒരേ ദിവസം 100 ഒട്ടകത്തിന് അർത്ഥത്. സ്വന്തം കൈകൊണ്ട് 63 അർത്ഥ്, ബാക്കി അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അർത്ഥു. അപ്പൊ അതും തെളിവായി, വേറെ ആളെ ഏൽപ്പിക്കാൻ പറ്റൂ നിൽക്കുന്ന ദലീലും കൂടിയായി. ഇപ്പോ 100 ഒട്ടകത്തിന് പൈസ തരാ, ഒരു ഒട്ടകത്തിന് എത്ര പൈസ? ഇപ്പൊ ഓരോരുത്തൻ പവർ പറയുന്നു, അയാള് ഒരു പോത്തിന് ഒരേ ആൾ അറുത്ത് കൊടുത്തിന്, ഒരേ ആളൊരു പോത്തിന് അറുത്ത് കൊടുത്ത് വില പോലീസ. എന്താണ്? അല്ലാഹു റബ്ബി
അപ്പൊ അങ്ങനെ ഒരേ ദിവസം അറുത്തു കൊടുക്കലാണ് നല്ലത്. പിന്നെ ഉലഹി അറുക്കുന്ന ജീവികളുടെ ഷെർത്ത് ഞാൻ കിതാബ് വായിച്ചിട്ട് തന്നെ പറയുന്നത്, പിന്നെ സംശയിക്കേണ്ട എല്ലാവർക്കും അത് ഏടുണ്ട് ആടുണ്ട് ഇത് ത്വഹഫ കിതാബ്, ത്വഹഫന്റെ 10ാമത്തെ ജുസ്. ഞാൻ ഷറബാഫ് കൊണ്ടുവരണമെന്ന് വിചാരിച്ചിട്ട് കിട്ടിയില്ല, ആടെ എൻ്റെ കയ്യിൽ ആടയില്ല. എന്താ അത് എളുപ്പത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. സലാമത്തുൻ മിൻ ഐബി യൻഖുസുൽ അഹ്മൻ വശർത്തുഹാ. ഉലഹിയാന്റെ ഷർത്ത് സലാമത്തുൻ മിൻ ഐബി യൻഖുസുൽ അഹ്മൻ, ഇറച്ചിനെ ചുരുക്കുന്ന ഐബിനെ തൊട്ട് സുരക്ഷിതമായിരിക്കൽ, സലാമത്തായിരിക്കൽ. ഇറച്ചി ചുരുക്കുന്ന നിലക്കുള്ള ഐബാൻ പറ്റൂല, ഇറക്കി ചുരുങ്ങണമെന്നില്ല. ഇറച്ചിനെ ചുരുക്കാൻ പറ്റിയ ഐബ്, ഒരു പോത്തിന് മുടന്തുണ്ടായി, മുടന്തുണ്ടെങ്കിൽ എങ്ങനെയെങ്കിൽ അത് തിന്നിട്ട് നല്ല തടിയുണ്ട്, അപ്പൊ അത് പറ്റും. അങ്ങനെയില്ല, മുടന്തുണ്ടാവൽ, വലിയ മുടന്തുണ്ടാവല് മേയാൻ പോകുന്നതിനെ തടയുന്ന കാരണമാണത്. അങ്ങനെ മുടവുള്ളത് പറ്റൂല, നല്ല തടി ഉണ്ടെങ്കിലും പറ്റൂല. ഐബിന് ഇവിടെ പറയുന്ന ഐബ്, ആ ഐബിനെ മറ്റൊരു കാരണം കൊണ്ട്, അത് ഇറച്ച അധികാപന കൊണ്ട് അല്ലെ ഭംഗി കൊണ്ട് ഒരു ഐബിനെ പരിഹരിക്കപ്പെടൂല. അതാണ്. അപ്പൊ ഐബില്ലാതിരിക്കണം. എവിടെ ഐബില്ലാതിരിക്കണം? ഐബോട് കൂടി എന്തായി ഒരാൾ ഏറ്റെടുത്തു. എത്തൻ പറഞ്ഞു, കണ്ണൂട്ടിയ ഒരു പശുവിനെല്ലാം പോത്തിനെ ഇതിനെ ഞാൻ ഉലഹി അറുത്തു കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അത് ഏറ്റെടുക്കലായി. പിന്നെ അവനൊന്നും അർത്ഥം കൊടുക്കണം, പക്ഷെ അത് ഉലഹിയ ആവുന്നില്ല, ഉലഹിയ ആവുന്നില്ല. ഞാനത് ഉലഹിയ അർത്ഥം കൊടുക്കുന്നെന്ന് പറഞ്ഞു. മുടമുള്ളതിന്, അല്ലെങ്കിൽ കണ്ണു കാണാത്തതിന്, അല്ലെങ്കിൽ ചെവി മുറിഞ്ഞതിന് ഐബോട് കൂടിയാണ് ഞാൻ ഉലഹിയ അർത്ഥം കൊടുക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഉലഹിയ അർത്ഥം കൊടുക്കുന്ന സമയത്ത്, ഇത് പെരുന്നാൾ അയ്യാമത്തെ ശരിക്ക് അപ്പം തന്നെ അർത്ഥം കൊടുക്കൽ നിർബന്ധം. അത് ഉലഹിയ വിതരണം ചെയ്യും പോലെ തന്നെ ഉജൂബായത് കൊണ്ട് ആ ഉജൂബായ മസ്രിഫിൽ തന്നെ അത് തിരിക്കണം. പക്ഷെ ഉലഹിയ ആവുന്നില്ല. അത് അങ്ങനെ ഉലഹിയ അർത്ഥം കൊടുക്കുന്ന ജീവി അത് ഐബില്ലാത്തതാവണം. ഇറച്ചിനെ ചുരുക്കുന്ന നിലക്കുള്ള ഐബ് എന്ന് പറഞ്ഞാൽ എല്ലാം അല്ല, അത് പ്രത്യേകിച്ചിട്ട് ഇവിടെ പറയും. ആ പറയുന്ന ഐബുകളാണ് ഹാലൽ. ഇപ്പോൾ തന്നെ ഇറച്ചി കുറവുണ്ട്, അങ്ങനെ അതിൻ്റെ തൊടയിൽ നിന്ന് വലിയൊരു കഷ്ണം ഇറച്ചി പോയിട്ടുണ്ട്, വളരെ ചെറുത് തൊടയിൽ നിന്ന് പോയത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്ത് അത് അറിയുന്നില്ല, മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. തൊട ഫഹിദി എന്ന ഉദാഹരണം പറഞ്ഞു, എന്താ ചെവിന്ന് ഒരല്പം പോയാലും പറ്റൂല, അതുകൊണ്ട് അത് പിന്നീട് പറയുന്നു. അല്ലെങ്കിൽ അത് പറ്റൂല. അതേപോലെ തന്നെ മുടന്തുള്ളതും പറ്റുകയില്ല. എന്താ, മുടവുണ്ടെങ്കിൽ മേയാൻ പോകാൻ സാധിക്കാതെ ക്ഷീണിച്ച് പോകലാണ് സാധാരണ ഉണ്ടാകുന്ന അവസ്ഥ, അതുകൊണ്ട് പറ്റൂല. അപ്പൊ അങ്ങനെ ഐബില്ലാതിരിക്കണം, ഐബുള്ളതൊന്നും പറ്റൂല, നല്ല സലാമത്തുള്ളതാവണം. ഗർഭിണി ആയാൽ പറ്റുകയില്ല, ഗർഭം എന്താണ് ഐബാണ്. സക്കാത്തിന്റെ ബാബിലെ ഐബായിട്ട് അതിനെ കണക്കാക്കപ്പെടുന്നില്ല. എന്താ, സക്കാത്ത് കൊടുക്കുമ്പോൾ ഗർഭമുള്ളത് കൊടുത്താലും അതിന് സന്താനം ഉണ്ടാവലാണ് ഉദ്ദേശം, അത് വളർച്ചയാണ്. ഇവിടെ സന്താനം ഉണ്ടാവല്ല, അർത്ഥം കൊടുക്കൽ. ഗർഭമുള്ളത് അർത്ഥം കൊടുത്താൽ അത് ഉലഹിയായിട്ട് പറ്റുകയില്ല. ഒരാളൊരു പശുവിനെ അർത്ഥത്തിന് ശേഷം മനസ്സിലായി ഇത് ഗർഭം ഉണ്ടായിരുന്നു, അത് ഉലഹിയ ആവുന്നില്ല. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഒരാൾ പറഞ്ഞു ഞാൻ ഒരു ഉലഹിയ അർത്ഥം കൊടുക്കല്ലെന്ന് ഇന്നേ പശു അല്ലെങ്കിൽ മൂരി എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ ഉലഹിയ അർത്ഥം കൊടുക്കും എന്നവൻ നേർച്ചയാക്കി. അങ്ങനെ ആ നേർച്ച വീടാൻ വേണ്ടി ഒരു പശുവിനെ കൊടുന്ന് അറുത്ത് ഇറച്ചാക്കുമ്പോഴേക്ക് അതിൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ കുട്ടീനെ കണ്ട്, എന്നാൽ അവൻ്റെ നേർച്ച വീടിയിട്ടില്ല. അതവന് സ്വന്തം എടുത്തോളാം. പിന്നെ വേറെ തന്നെ അവൻ്റെ നേർച്ച വീടാൻ വേണ്ടി വേറെ തന്നെ ഐബില്ലാത്ത ഗർഭമില്ലാത്തത് അറുത്തു കൊടുക്കണം. പ്രസവിച്ച് കഴിഞ്ഞതോ, പ്രസവിച്ചിട്ട് ഇന്ന് പ്രസവിച്ചത് രാവിലെ
ഉച്ചക്കൊന്ന് അത് അത്ത് കൊടുക്കാൻ പറ്റും, പ്രസവിച്ച് കഴിഞ്ഞാൽ പറ്റും. ഇത് ഗർഭം കുട്ടി വയറ്റിലുണ്ടാവുമ്പോൾ ഉള്ള അവസ്ഥയല്ല, പുറത്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ മാറി. അതുകൊണ്ടാണ് ഫലാ തുജ്സു അജിഫാ, വളരെയധികം ക്ഷീണിച്ചത് പറ്റൂല, ക്ഷീണിച്ചിട്ട് പിന്നെ അജിഫാ പറ്റൂല. വദാത്തു അവരിൽ, കണ്ണിന്റെ കാഴ്ച പോയത്, അവർ തന്നെ ഔറാ, ഒരു കണ്ണിന്റെ കാഴ്ച പോയത്, പിന്നെ രണ്ട് കണ്ണിന്റെ പോയത് പറ്റൂല, എങ്ങനെയും പറയേണ്ടതില്ല. വദാത്തു മറവിൽ, വ്യക്തമായൊരു ചെറിയ രോഗമൊന്നല്ല, വലിയ രോഗമുള്ളത് പറ്റൂല, വലിയ മുടവുള്ളത് പറ്റുകയില്ല. കാഴ്ച ശക്തി കുറച്ച്, കാഴ്ച ഇല്ലാതെ ആയിട്ടില്ല, കുറച്ച് ശക്തി എന്നാ പറ്റൂ. ചൊറിയുള്ളത്, ചൊറി, കുരു, പുണ്ണ്, ഇങ്ങനത്തെ ഉള്ളത് അതൊരല്പമായാലും പറ്റുകയില്ല, പറ്റൂല. ഇതാണ് ഐബ്. വല മുറിഞ്ഞത് പറ്റൂല, ചെവി മുറിഞ്ഞതും പറ്റൂല. ചെവി ഒരൽപ്പമാണെങ്കിലും മുറിഞ്ഞത് പറ്റൂല. ചെവി കീറിയിട്ടുണ്ട്, അതിൽ മാംസം പോയിട്ടില്ല, പറ്റും. ചെവി തുളച്ചിട്ടുണ്ട്, തുളക്കുമ്പോഴേക്ക് മാംസം കഷ്ണം പോയാൽ പറ്റൂല, കഷ്ണം പോവാത്തതാണെങ്കിൽ പറ്റും. ചെവി കീറിയിട്ട് തൂങ്ങി നിൽക്കുന്നു, പോയിട്ടില്ലല്ലോ, പറ്റും. കൊമ്പൊളിഞ്ഞതോ, കൊമ്പൊളിഞ്ഞതും പറ്റും, കൊമ്പൊളിഞ്ഞത് പറ്റും. കൊമ്പ് പൊളിഞ്ഞിട്ട് ചോര വന്നാലും പറ്റും, പക്ഷെ കൊമ്പിന്റെ പൊളിച്ചതിന് കൊണ്ട് ചോര വന്ന് ക്ഷീണിച്ച് വല്ലാതെ അങ്ങനത്തെ പറ്റൂല. അപ്പൊ അത് അജിഫയിൽ പെട്ട്. കൊമ്പ് പൊളിയുക എന്നുള്ളത് അതൊരു ഐബാവുകയില്ല. കൊമ്പ് പൊളിയലുണ്ട്, ചിലപ്പോൾ കൊമ്പ് മുറിച്ചെടുക്കലുണ്ട്, നീളമുള്ള കൊമ്പിനെ മുറിച്ചെടുക്കലുണ്ട്, അത് പറ്റും. ഹസീ, മണിയറച്ചത്, അതും പറ്റും. ഹസീ പറ്റും, അത് ഐബ് അല്ല. പിന്നെ ബാല് ഉള്ള ബാല് മുറിഞ്ഞു പോയത്, അത് പറ്റുകയില്ല. ചെവി തീരെ ഇല്ല, ജന്മത്തിൽ തന്നെ ചെവിയില്ലാത്തത്, അതും പറ്റുകയില്ല. ചെവി പോയത് മാത്രമല്ല, ജന്മത്തിൽ തന്നെ ചെവി ഇല്ലാത്തതും പറ്റൂല. ബാല് തീരെ ഇല്ലാത്തതോ, അത് ബാല് തീരെ ഇല്ലാത്തത് പറ്റൂല, പറ്റും എന്ന് ഇഖ്തിലാഫൊക്കെയാണ്. ബാല് തീരെയില്ല, ജന്മത്തിൽ തന്നെ ഇല്ലാത്തത്, അത് പറ്റൂല എന്നതിനെയാണ് പിർത്താളും മുഹത്തമതാക്കിയത്. അങ്ങനെ